ഇതിന് തന്നെ ബാക്കി വരുന്നുണ്ട്. കാരണം ഈ ദിവസത്തിന്റെ തുടക്കം എന്നത് 4-5 പ്രമാണങ്ങൾ കൊണ്ട് സ്ഥാപിക്കാൻ കഴിയും. എനിക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ നന്നായി ഇത് വിശദീകരിച്ചു തരാൻ കഴിയും. വെറുതെ പറയുന്ന പ്രമാണങ്ങളൊന്നുമല്ല. വിശുദ്ധ ഖുർആൻ, ഹദീസ്, അതുപോലെ തന്നെ മനുഷ്യന്റെ ബുദ്ധി, ശാസ്ത്രം, ഇതെല്ലാം അടിസ്ഥാനത്തിൽ പറയാൻ പറ്റും. നേരത്തെ തന്നെ മണിക്കുവാൻ 1-2 പോയിന്റ് പറഞ്ഞു. ഒരു മുസൽമാന്റെ നമസ്കാരം, ഫർള് നമസ്കാരം ഏറ്റവും ആരംഭിക്കുന്ന ഏത് നമസ്കാരമാണ്? ഫജ്ർ നമസ്കാരമാണ്. അവന്റെ നമസ്കാരം ഒരു ദിവസത്തേത് അവസാനിക്കുന്നത് എപ്പോഴാ? അത് വിത്റാണ്. വിത്റിന്റെ അവസാനത്തെ സമയം ഏതാ? ഫജ്റിന്റെ തൊട്ട് മുമ്പാ. അവിടെയും ഒരു ഡേറ്റ് ലൈൻ പോലെയാണത്. ഒരു ഡേറ്റ് ലൈൻ പോലെ അള്ളാഹു തആല സങ്കല്പിച്ചു വെച്ചിരിക്കുകയാണ്. സുബഹി തുടങ്ങുന്നതിന്റെ തൊട്ട് മുൻപ് ഒരു ദിവസത്തെ നമസ്കാരം അവസാനിക്കുന്നു. പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും രാത്രിയിലാണ് ശാന്തത അടയുന്നത്, വന്യമൃഗങ്ങൾ ഒഴികെ. ബാക്കി 99% രാത്രിയിൽ ശാന്തമായി ഉറങ്ങുന്നു. അവർ ഉണരുന്നത് പ്രകൃതിയിലെ നിയമമനുസരിച്ച് പ്രഭാതത്തിലാണ്. പ്രഭാതം മുതൽക്കാണ് മുസ്ലിമീങ്ങളുടെ കർമ്മങ്ങൾക്ക് ഇസ്ലാമിന്റെ അടിത്തറയുള്ളത്. ഇവിടെ ഭൂലോകത്തിന്റെ ദിനാരംഭമാണ് ഡേറ്റ് ലൈൻ പറയുന്നത്. അത് രണ്ടും തമ്മിൽ മനസ്സിലാകാത്തത് കൊണ്ടാണ് ഈ കൺഫ്യൂഷൻ ഇവിടെ ചോദിക്കാൻ കാരണം. ഇത് രണ്ട് വൈരുദ്ധ്യമല്ല, രണ്ടും രണ്ട് പ്രതിഭാസത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, മുസൽമാന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ദിവസത്തിന്റെ തുടക്കവും ഒടുക്കവുമായി മതപരമായ ഇബാദത്തായ കാര്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സിവിലിയായിട്ട് ഉപയോഗിക്കേണ്ടതിനാണ് അതാ പറഞ്ഞത്. മറ്റേത് ഇന്റർനാഷണൽ ഡേറ്റ്, ആ ഡേറ്റ് UT ടൈം അനുസരിച്ചാണ് ക്രമീകരണം വരുന്നത്. ഇതുണ്ടല്ലോ, ഇത് ഇത്തരത്തിലൊരു വാദപ്രതിവാദ സ്റ്റേജിൽ പഠിക്കേണ്ട വിഷയമല്ല സഹോദരന്മാരെ. ഇത് ശാന്തമായി ഇത് പഠിച്ചിരിക്കുന്നു എന്ന് നമുക്ക് വിശ്വാസമുള്ള ആരുടെയെങ്കിലും അടുത്ത് വിനയാന്വിതനായി പഠിക്കാൻ തയ്യാറായാൽ പഠിക്കാവുന്ന വിഷയമാണിത്. ഇത് വെറും ഒരു ചെറിയ സംഗതിയല്ല. ഹറാമിന്റെയും ഹലാലിന്റെയും പ്രശ്നം ഇതിലുണ്ട്. ദിവസത്തിന്റെ പവിത്രതയുടെ ലംഘനം വരുന്നുണ്ട്. യൗമു അക്കലും വശുറുബായ, തിന്നുകയും കുടിക്കേണ്ട ചെയ്യുന്ന ദിവസത്തിൽ നോമ്പ് നോൽക്കുക എന്ന് പറയുന്ന ഹറാമ് വരാൻ സാധ്യതയുള്ള വിഷയമാണിത്. നോമ്പ് നോക്കേണ്ട ദിവസം തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന വൈകൃതവും ചെയ്യേണ്ടി വരുന്നു. നമ്മൾ ഈ തെറ്റ് ചെയ്യാതിരിക്കുന്നതിനാണ് പ്രവാചകൻ കൃത്യമായ സൂക്ഷ്മത പാലിക്കാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് സഹാബിമാരായ ആളുകൾ സംശയമുള്ള ദിവസങ്ങളിൽ 29ന്റെ അന്ന് കാർമേഘം കൊണ്ട് മൂടിയിക്കണമെങ്കിൽ അവർ നോമ്പ് നോക്കുമായിരുന്നു. പിന്നെ അത് തെളിഞ്ഞ ആകാശമാണെങ്കിൽ അവർ 29ന് കണ്ടാൽ മാത്രമേ നോമ്പ് പിടിക്കുള്ളൂ. അപ്പൊ മാസം മാറി എന്ന് ഉറപ്പ് വരുത്തുകയാണ് അവർ. കാരണം മാസം മാറി എന്ന് ഉറപ്പ് വരുത്തിയിട്ടായിരിക്കണം പിറ്റേ ദിവസം 1-ാം തീയതി ആരംഭിക്കേണ്ടത്. അപ്പൊ ഒരു ദിവസത്തിനൊരു തീയതിയുണ്ട്, ആ തീയതി മാറ്റാൻ പാടില്ല. അത് അള്ളാഹുവിന്റെ പ്രകൃതിയിലെ വ്യവസ്ഥയാണത്. അത് ഖുർആനും ഹദീസും സ്ഥാപിച്ച സത്യമാണത്. ആ സത്യലംഘനമാണ് യഥാർത്ഥത്തിൽ ദൗർഭാഗ്യവശാൽ മുസ്ലിം സമൂഹത്തിന്റെ ശാസ്ത്രബോധത്തിന്റെ ഇല്ലായ്മ കൊണ്ട് ഇതുവരെ സംഭവിച്ചു പോന്നിട്ടുള്ളത്. ഇത് മുസ്ലിം ലോകം പോലും മനസ്സിലാക്കി വരുന്നേയുള്ളൂ. അതാണ് മണിക്കിഫാൻ അവസാനം പറഞ്ഞത്. അല്ലാത്തൊരു വാചകമാണ് മണിക്കിഫാൻ പറഞ്ഞത്. മണിമുത്തുകളായ വാക്കാണ് അത് പറയുന്നത്. ലോകം മുഴുവൻ അംഗീകരിക്കുന്നവരെ കേരളീയക്കാർ കാത്തിരിക്കണമോ, അതല്ല നമ്മൾ ഇതിൽ വിശ്വസിക്കുന്നവരിൽ ആദ്യത്തേവരാവണോ? അതാണ് ചോദ്യം. ഇവിടുത്തെ ചോദ്യം ആഗോള സമയം യൂണിവേഴ്സൽ ടൈമിനെ സംബന്ധിച്ചൊക്കെയാണ്. അപ്പോൾ ഈ യൂണിവേഴ്സൽ ടൈം എന്ന് പറഞ്ഞത് വലിയ ഒരു പവിത്രമായ ഒരു കാര്യമാണ്, ലംഘിക്കാൻ പാടില്ലാത്തതാണ്. മറ്റൊരു രീതി പറഞ്ഞാൽ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ഹജറുൽ അസ്വദ് പോലെയാണ് എന്നൊക്കെ പറഞ്ഞു. യൂണിവേഴ്സൽ ഡേറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. 1884 ആണ് യൂണിവേഴ്സൽ ടൈം ഗ്രീനിച്ചിനെ അതിന്റെ ബേസായി കണക്കാക്കുന്നത്. എങ്ങനെയാണെന്നറിയോ? 25 രാഷ്ട്രങ്ങളിലെ 41 പ്രതിനിധികൾ വാഷിംഗ്ടണിൽ വന്നു. 25 രാഷ്ട്രത്തിൽ 22 രാഷ്ട്രങ്ങൾ പറഞ്ഞു ഗ്രീനിച്ചിനെ തന്നെ പരിഗണിക്കണം. ഒരു രാഷ്ട്രം പറഞ്ഞു, എതിർത്തു. ഡൊമിനിക് റിപ്പബ്ലിക് പറഞ്ഞു ഗ്രീനിച്ച് പറ്റൂല. ബാക്കി 2 രാഷ്ട്രങ്ങൾ അന്നത്തെ വോട്ടിങ്ങിൽ പങ്കെടുത്തില്ല. അങ്ങനെ വോട്ടിനിട്ടു. അവർ 25 രാഷ്ട്രങ്ങൾ കൂടിയിട്ട് വോട്ടിനിട്ടു. നമ്മൾക്ക് സമയത്തിന്റെ തുടക്കം എവിടുന്നാകണം നമ്മൾ തീരുമാനിക്കാൻ. അതാണ് 0 അവർ എന്ന് പറഞ്ഞാൽ. അതാണ് ഈ 0 ഡിഗ്രിയിൽ എന്ന് പറയുന്നത്. ഈ സമയത്തിന്റെ ആഗോള സമയത്തിന് ബേസ് കണ്ടെത്തണം. അങ്ങനെ 25 രാഷ്ട്രങ്ങൾ 22 രാഷ്ട്രങ്ങൾ വോട്ട് ചെയ്തത് ഗ്രീനിച്ച് ആകട്ടെ എന്ന്. ഒരു രാഷ്ട്രം പറഞ്ഞു പാടില്ല, ഞങ്ങളതിനെതിരാണ്. 2 രാഷ്ട്രങ്ങൾ നമ്മളെ നിയമസഭയിലൊക്കെ ചെയ്യുന്ന പോലെ വോട്ടിംഗ് നിന്ന് വിട്ടുന്നു. ഫ്രാൻസും അതുപോലെ ബ്രസീലും. എന്നിട്ട് ഫ്രാൻസ് 14 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് യൂണിവേഴ്സൽ ടൈമിന് അംഗീകരിക്കണ തന്നെ. ഗ്രീനിച്ച് ലൈനിനെ അംഗീകരിക്കണ തന്നെ 14 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ്. ഈ യൂണിവേഴ്സൽ ടൈമിൽ അവർ തീരുമാനിച്ചതാണ് എന്ത്? ദിവസം എന്ന് പറയുന്നത് ആരംഭിക്കേണ്ടത് രാത്രി 12 മണിക്ക് 12 മണി മുതലാണ് ദിവസം ആരംഭിക്കേണ്ടതെന്ന് ഈ രാഷ്ട്രങ്ങൾ കൂടി തീരുമാനിച്ചതാണ്.
ഈ സംഗതി. എന്നിട്ട് ലോകത്തിലെ സമയത്തിന്റെ ബേസപ്പ് എന്താണ്? അത് റോയൽ അസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി അറ്റ് ഗ്രീനിച്ചിലുള്ള വാന നിരീക്ഷണ കേന്ദ്രത്തിൽ ആകുന്ന സമയം അതാകട്ടെ ലോകത്തിന്റെ ബേസ്. കാരണം അവരുടെ ഭരണം നിൽക്കുന്ന കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട യൂറോപ്യന്മാരുടെ കാലത്ത് അവർ നിശ്ചയിച്ചതാണ്. അതാണ് യൂണിവേഴ്സൽ ടൈം. ആ യൂണിവേഴ്സൽ ടൈമിനെ നമ്മളുടെ നിസ്കാരം നോമ്പുമായ കാര്യങ്ങൾക്ക് നിങ്ങൾ ബേസ് ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത്. കൃത്യമായത് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ആണ് മറ്റൊന്നുള്ളത്. ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു ബേസ് ഇല്ലാത്ത ഒരു കാര്യമാണ്. പല പ്രാവശ്യങ്ങളും പല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതൊക്കെ എന്തടിസ്ഥാനത്തിലാണ്? നോക്ക് നിങ്ങൾ, അലാസ്ക അഡ്ജസ്റ്റ്മെന്റ്, അതുപോലെ തന്നെ ഫിലിപ്പൈൻ അഡ്ജസ്റ്റ്മെന്റ്, കിരിബാത്തി അഡ്ജസ്റ്റ്മെന്റ്, ഇതൊക്കെ ലോകത്ത് ഇന്റർനാഷണൽ ഡേറ്റ് ലൈനിൽ നടന്നതാണ്. എന്താണ് കാരണം? ഒരു അലാസ്ക യഥാർത്ഥത്തിൽ when the United States bought Alaska in 1867, the line was moved to the west. അതായത് അമേരിക്ക ആദ്യം അലാസ്ക എന്ന് പറഞ്ഞാൽ അമേരിക്കന്റെ കയ്യിലല്ല. പിന്നെ അലാസ്ക അമേരിക്കയെ വിലക്ക് വാങ്ങിയപ്പോൾ 1867 അവർ പറഞ്ഞു അലാസ്കനെ ഞങ്ങൾ ഡേറ്റ് ലൈൻ ഈ ഭാഗത്ത് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ അവരെ ഇങ്ങേപ്പുറത്തേക്ക് ഡേറ്റ് ലൈൻ കൊണ്ടുവരണം. അങ്ങനെ അലാസ്കനെ 1867 അമേരിക്ക വിലക്ക് വാങ്ങിയപ്പോൾ അതിനനുസരിച്ച് മാറി. അങ്ങനെ ദി മോസ്റ്റ് റീസെന്റ് ചേഞ്ച് ഇൻ ദി ലൈൻ വാസ് 1995 കിരിബാത്തി അഡ്ജസ്റ്റ്മെന്റ് നടന്നത്. ഇത്രയാണെന്നറിയോ? 2000-ഓളം കിലോമീറ്റർ ഇങ്ങോട്ട് മാറ്റിക്കൊണ്ടുവന്നു. ഇങ്ങനെ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന ഒന്നാണ് ഹജറുൽ അസ്വദ് പോലെ പടച്ചോൻ നിശ്ചയിച്ച ഈ ദിവസമാറ്റം നിർണയിച്ച ഡേറ്റ് ലൈൻ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത് ഇവർ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് അത് ഖുർആനും ഹദീസുമായി അതിന് യോജിക്കൂല എന്നാണ് പറയുന്നത്. അസ്സലാമു അലൈക്കും. എൻ്റെ ചോദ്യം ഫാറൂഖിനാണ്. ന്യൂമൂണും ഹിലാലും ഒന്നാണോ? എന്താണ് ന്യൂമൂൺ, എന്താണ് ഹിലാൽ? ഒന്ന് വിശദീകരിക്കണം. ഇത് വിഷയം മനസ്സിലാകാത്ത കൊണ്ടുള്ള ഒരു ചോദ്യമാണ്. ന്യൂമൂണും ഹിലാലും എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. പക്ഷേ ഹിലാലിന്റെ റേഞ്ച് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു 18 മണിക്കൂറോളം ഉണ്ടാവും. ന്യൂമൂൺ എന്ന് പറയുന്നത് നേരെ വരുമ്പോഴാണ്. ഇതിപ്പോൾ എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു എക്ലിപ്സിനെ പറ്റി പറയാം. സൂര്യഗ്രഹണം അതിന്റെ നേരെ നടക്കുന്ന സ്ഥലത്ത് ഉച്ചക്ക് മാത്രമേ ഇത് കാണുള്ളൂ, അവിടെ ആ സ്ഥലത്ത് മാത്രം. പിന്നെ അതിന്റെ ഇരുഭാഗത്തും നിങ്ങൾ കുറെ മുമ്പേ തന്നെ കാണാനും സാധിക്കും. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഒരു മേഘം ഉണ്ടെന്ന് വിചാരിക്കാം. ആ മേഘത്തിന്റെ നിഴൽ താഴെ ഉണ്ടാവും. ആ നിഴൽ മേഘം പോകും തോറും പോകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. ആ മേഘത്തിന്റെ കൂടെ തന്നെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ കുറെ നേരം വരെ തണലിൽ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഈ സൂര്യഗ്രഹണം കണ്ടുകൊണ്ട് 18 മണിക്കൂർ വരെ ലോകത്ത് സഞ്ചരിക്കാൻ പറ്റും. അപ്പോൾ ഹിലാൽ എന്ന് പറഞ്ഞ ഒരു മോമെന്റ്, അത് ജിയോസെൻട്രിക്, 3 സാധനത്തിന്റെ സെന്റർ എടുത്തുകൊണ്ടുള്ള കൽക്കുലേഷനാണ് ന്യൂ മൂൺ. അത് എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ലോകത്ത് ഹിലാൽ ഉണ്ടാകാതെ മക്കയിൽ ദിവസം തുടങ്ങുകയില്ല. മക്ക നമ്മുടെ സെന്ററാണ്. മക്കയുടെ ദിവസം ലോകം മുഴുവൻ അംഗീകരിക്കണം എന്നുള്ളതാണ് അള്ളാഹുവിന്റെ വിധി. അതായത് മക്കയിൽ സുബഹ് സമയത്ത് അല്ലെങ്കിൽ അതിന് സമയമുണ്ടാകും. ഓരോ നമസ്കാരത്തിനും സമയമുള്ളതുപോലെ സഹർ ടൈമും ഏകദേശം 1-1.25 മണിക്കൂർ നേരം ഉണ്ടാകും, തുടക്കവും അവസാനവും. അതിന്റെ ഇടയിൽ ഹിലാൽ നടന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അടുത്ത ദിവസം 1-ാം തീയതി ആകുള്ളൂ. മക്കയിൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് ലോകം മുഴുവനും അംഗീകരിക്കണം എന്നുള്ള വിധിയാണ്, അതിന് പരിധിയില്ല. അപ്പോൾ ഹിലാലും ഈ ന്യൂ മൂണും വാസ്തവത്തിൽ ഒന്ന് തന്നെ, അതിൽ സംശയപ്പെടാൻ യാതൊന്നുമില്ല. അറിയാത്തത് കൊണ്ട് മാത്രം ഉള്ള ഒരു പ്രശ്നം മാത്രമാണ്. ഇതാണ് നമ്മളുമായുള്ള ഒരു പ്രധാനപ്പെട്ട അഭിപ്രായ വ്യത്യാസം. ന്യൂമൂണും ഹിലാലും ഒന്നല്ല. അതാണ് വളരെ കൃത്യമായി പറയാനുള്ളത്. ഇസ്ലാം നമുക്ക് മാനദണ്ഡമായി നിർണയിച്ചു തന്നിട്ടുള്ളത് ഹിലാലിനെയാണ്, ന്യൂമൂണിനെയല്ല. ന്യൂമൂണും ഹിലാലും ഒന്നാണ് എന്നുള്ളത് ഇവരുടെ കേവലം ഒരു വാദം മാത്രമാണ്. കാരണം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ന്യൂമൂൺ എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും വിസിബിൾ അല്ല. അതായത് അത് കാണുകയോ കാണാവുന്ന പ്രതലത്തിലോ അത് എത്തില്ല. അത് ന്യൂമൂണിനെ സംബന്ധിച്ചിടത്തോളം അറിയുന്ന ഏതൊരാൾക്കും സംശയമില്ലാത്ത രീതിയിൽ അംഗീകരിക്കുന്ന കാര്യമാണ്. ന്യൂമൂൺ എന്ന് പറയുന്നത് ഒരു കാരണവശാലും വിസിബിൾ അല്ല എന്നുള്ള. എന്നാൽ ഹിലാൽ എന്ന് പറയുന്നത് വിസിബിൾ സ്റ്റേജിന് മാത്രമേ പറയുള്ളൂ.
വിസിബിൾ ആയിക്കൊണ്ട് വരുന്ന സന്ദർഭത്തിൽ മാത്രമേ അതിനെ ഹിലാൽ എന്ന് പറയുള്ളൂ. കാരണം ഈ വിസിബിൾ അല്ലാത്ത ചന്ദ്രന്റെ സ്റ്റേജിന് പറയാ മിഹാക്ക് എന്നാണ്. ആ മിഹാക്ക് എന്ന് പറയുന്നത് കേവലം ഈ സാധാരണ ഈ ന്യൂമൂൺ എന്ന് പറഞ്ഞതിന് ഒരു അസ്ട്രോണമിക്കൽ ന്യൂമൂൺ എന്ന് പറഞ്ഞത് ആ പോയിന്റാണ്. അസ്ട്രോണമിക്കൽ ന്യൂമൂൺ സാധാരണ പറയാറുള്ളത് സൂര്യനും അതുപോലെ തന്നെ ചന്ദ്രനും ഭൂമിയും ഒരു രേഖയിൽ വരുന്ന സമയം, അതിന് അസ്ട്രോണമിക്കൽ ന്യൂമൂൺ എന്ന് പറയും, അതിന് മിഹാക്ക് എന്ന് പറയും. അതുപോലെ തന്നെ അതിനുശേഷം പിന്നെ ഈ ചന്ദ്രൻ ഒരു വിസിബിൾ സ്റ്റേജിലേക്ക് എത്തണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസമെങ്കിലും കഴിയണം. ഒരു ദിവസമെങ്കിലും സാധാരണ നിലക്ക് സാമാന്യമായി പറഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമേ ഏറ്റവും ചുരുങ്ങിയത് ചിലപ്പോൾ 20 ദിവസമാവും, ചിലപ്പോൾ 36 മണിക്കൂറാവും, അത്രയൊക്കെ വരാം, 1.5 ദിവസമൊക്കെ വരും. ആ ദിവസം കഴിഞ്ഞതിന് ശേഷം ചന്ദ്രൻ വിസിബിൾ സ്റ്റേജിലേക്ക് എത്തും. വിസിബിൾ സ്റ്റേജിലേക്ക് എത്തിയാൽ പറയുന്നതാണ് ഹിലാൽ. അതിന്റെ മുമ്പുള്ളതിന് ഹിലാൽ എന്ന് ഒരിക്കലും എവിടെയും പറയില്ല. പിന്നെ അതിന് ഈ ഹിലാലിനെ സംബന്ധിച്ചിടത്തോളം അതുമായി ബന്ധപ്പെട്ട ഏത് ഡിക്ഷണറികൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും എവിടെയും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ് ഹിലാൽ എന്ന് പറയുന്നത് ചന്ദ്രന്റെ ആദ്യത്തെ 7 ദിവസത്തെ കാണുന്ന കാഴ്ചയിൽ വരുന്ന 7 ദിവസത്തിന് ഹിലാൽ എന്ന് പറയുള്ളൂ. അതിനുശേഷമുള്ളതിന് കമർ എന്ന് പറയും, അതിനുശേഷം പറഞ്ഞതിന് ബദർ എന്ന് പറയും, പിന്നെ രണ്ടാമതും അതിലേക്ക് മടങ്ങി വരും. അങ്ങനെ ഈ ചന്ദ്രന്റെ വിവിധ വൃതിക്ഷയങ്ങളിലെ ഒരു ഫേസാണ് യഥാർത്ഥത്തിൽ ഹിലാൽ എന്ന് പറയുന്നത്. അത് കാണുന്ന വിസിബിൾ ഫേസിന് മാത്രമേ ഹിലാൽ എന്ന് അറബി ഭാഷയിൽ പറയുള്ളൂ. വിസിബിൾ അല്ലാത്ത ഫേസിന് ഹിലാൽ എന്നല്ല പറയാം, മഹാക്ക് എന്നാണ്. മഹാക്കിനാണ് ന്യൂ മൂൺ എന്ന് പറയാ. ഇവർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധവും ഇത് തിരിച്ചറിയാതെ പോയി എന്നാണ്. അത് തിരിച്ചറിയാതിരിക്കാൻ കാരണം ഇംഗ്ലീഷ് ഡിക്ഷണറികളിൽ ഹിലാൽ എന്നുള്ളതിന് അർത്ഥം ന്യൂ മൂൺ എന്നാണ് എഴുതിയിട്ടുള്ളത്. കാരണം എന്താണ്? ന്യൂ മൂൺ എന്നുള്ളത് ഇംഗ്ലീഷ് ഭാഷയിൽ 2 അർത്ഥത്തിന് ഉപയോഗിക്കും. ഒന്ന് അസ്ട്രോണമിക്കൽ ന്യൂമൂണിന് ഉപയോഗിക്കും, മറ്റൊന്ന് ക്രസൻ ന്യൂമൂണിന് ഉപയോഗിക്കും. രണ്ടിനും ഉപയോഗിക്കുക ന്യൂമൂൺ എന്നാണ്. അപ്പൊ ഹിലാൽ എന്നുള്ളതിന് ഇംഗ്ലീഷ് ഡിക്ഷണറികൾ എടുത്തു വെച്ച് നോക്കിയാൽ അറബി നോക്കാതെ നോക്കിയാൽ ന്യൂമൂൺ എന്ന് കണ്ടപ്പോ ന്യൂമൂൺ തന്നെയാണ് ഹിലാൽ. അപ്പൊ യസ്അലൂനക അനിൽ അഹില്ലത്തി എന്ന് പറഞ്ഞാൽ ഹിലാലിനെ പറ്റി ചോദിക്കുന്നു, ന്യൂമൂണിനെ പറ്റി ചോദിക്കുന്നു എന്നുള്ളതാണ്. ന്യൂമൂണിനെ പറ്റി ഇതെന്താ കാണുമോ എന്ന് ചോദിക്കുവോ? കാരണം ന്യൂമൂൺ ഒരിക്കലും കാണാൻ കഴിയാത്ത സംഗതിയാണ്, ഒരിക്കലും ഇത് കാണാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ന്യൂമൂണും ഹിലാലും ഒന്നാണെന്നുള്ള വാദം ഈ ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ നിന്ന് വന്ന് എത്തിയതാണ്, അബദ്ധമാണ്. അറബിയിൽ ഒരു ഡിക്ഷണറി കൊണ്ടും ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും അതൊരിക്കലും തെളിയിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. അതില്ല, അത് ഒരു മറുപടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിശദീകരണം അതിപ്പോ അങ്ങനെ കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞാണ്. അതാ വ്യവസ്ഥ അനുസരിച്ച് അത് നടക്കുള്ളൂ, അത് നടക്കില്ല. അടുത്ത ചോദ്യം ചോദിക്കാം. അസ്സലാമു അലൈക്കും. ചോദ്യം സക്കരിയ മൗലവി ഗ്രൂപ്പിനോടാണ്. അതായത് കാഴ്ച തന്നെ അവലംബിക്കണം എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത 2 മാസങ്ങൾ 29 ദിവസമാകുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഷാബാനും റമദാനും 29 ദിവസമാണെന്ന് കരുതാം. ഇപ്പോൾ ഷാബാന് 29ാമത്തെ ദിവസം കാണാതെ 30 ആക്കിയാൽ റമദാനിൽ 28ാമത്തെ ദിവസം ചന്ദ്രനെ ദർശിക്കുന്ന ഒരവസ്ഥയുണ്ടാവും. അങ്ങനെ വരുമ്പോൾ 28-ന് നോമ്പ് അവസാനിച്ചിട്ട് പിറ്റേന്ന് പെരുന്നാൾ ആഘോഷിക്കണോ, അതോ കണ്ട മാസപ്പിറവിയെ അവഗണിച്ചിട്ട് 29 പൂർത്തീകരിച്ചിട്ട് പിറ്റേന്ന് അടുത്ത ദിവസം പെരുന്നാളാക്കണോ എന്നാണ്. ചോദിച്ചത് 29 എന്താണ് 2 മാസം ഇത് വരികയാണെങ്കിൽ 30 ആക്കുമ്പോൾ അഥവാ ഒറിജിനൽ 29 മാസമേ ഉള്ളൂ. അങ്ങനത്തെ ഒരു 2 മാസം അടുത്ത് വന്നപ്പോൾ ഒന്ന് നമ്മൾ 30 ആക്കി കഴിഞ്ഞാൽ പിറ്റത്തെ മാസം എന്താണ് 28 നമ്മൾക്ക് കിട്ടുള്ളൂ. അതല്ലേ ചോദ്യം? 28-ന് പിറവി കണ്ടാൽ നമുക്ക് 28 നോമ്പേ കിട്ടുള്ളൂ. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത് എന്നാണ്. ഇതിനെപ്പറ്റി പണ്ഡിതന്മാരിൽ 2 അഭിപ്രായം ഈ വിഷയത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു ഫിഖഹിയായ മസലയാണ്, ഇങ്ങനത്തെ വിഷയത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളത്. ഈ 2 അഭിപ്രായത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയെ പോലുള്ള ആളുകൾ പറഞ്ഞത് അത് 28 തന്നെ മദീന, ആ 28-ൽ തന്നെ അത് നിർത്താം. ആ ആദ്യത്തെ നോമ്പ് ആദ്യപ്പം നമ്മൾക്ക് ഒരു നോമ്പ് നഷ്ടപ്പെട്ടു എന്നുള്ള അടിസ്ഥാനത്തിൽ, കാരണം മാസപ്പിറവി കണ്ടാൽ പിന്നെ നമ്മൾക്ക് നോമ്പ് നോൽക്കാൻ നിവൃത്തില്ല. അപ്പൊ അതുകൊണ്ട് ആദ്യം നമ്മൾ നോറ്റതിൽ നമുക്കൊരു ദിവസം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് കണക്കാക്കേണ്ട ആവശ്യമില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് 29 മാസം കണ്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ മാസം ഉണ്ടായി നിങ്ങൾ 30 ആക്കിക്കോളി എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ റസൂലിന്റെ കൽപ്പന പ്രകാരം നടത്തിയതാണ്. അതുകൊണ്ട് ഒരു 28 ദിവസം ഒന്ന് പോയാൽ അതുകൊണ്ട് അതിന് പ്രശ്നമില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. വേറെ ചില പണ്ഡിതന്മാര് ചില ഫുഖഹാക്കൾ ആ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് അത് ഒരു നോമ്പ് നഷ്ടപ്പെട്ടതായി കണക്കാക്കണം. ഒരു നോമ്പ് നഷ്ടപ്പെട്ടതായി കണക്കാക്കണം. കാരണം 28 നോമ്പ് ഏതായാലും ഉണ്ടാവില്ലല്ലോ, 29ഓ 30ഓ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നഷ്ടപ്പെട്ട നോമ്പ് പിന്നീട് നോറ്റ് വീട്ടേണ്ടതുണ്ട് എന്നാണ് വേറെ ചില പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഈ ഫിഖ്ഹിയായ മസലയിൽ ഈ രണ്ട് അഭിപ്രായങ്ങളാണ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അതാണ് ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അത് സ്വാഭാവികമായി അംഗീകരിക്കാവുന്ന അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഈ കർമ്മശാസ്ത്രപരമായ ഒരു മസാല യഥാർത്ഥത്തിൽ ഒരു സാങ്കല്പികമായ മസാല മാത്രമാണ്. അങ്ങനെ സംഭവിക്കില്ല. സത്യത്തിൽ കൈൻ്റെ ഉള്ളം കൈയിൽ രോമം മുളച്ചാൽ ജനാപത്തുണ്ടാകുമ്പോൾ കുളിക്കുമ്പോൾ കഴുകണോ വേണ്ടെന്ന് ചോദിക്കണമായിട്ട് ചോദ്യം. അത് കൈയിൻ്റെ ഉള്ളം കൈയിൽ അങ്ങനെ രോമം മുളച്ചിക്കണമെങ്കിൽ പിന്നെ പ്രത്യേകം ചോദിക്കാണ്ടോ കഴുകണ്ടെന്നുള്ളത്? ഇങ്ങനെ സംഭവിക്കില്ല. അങ്ങനെ സംഭവിച്ചിരിക്കണമെങ്കിൽ അവർക്ക് തെറ്റാണത്. കാരണം അങ്ങനെ 29 രണ്ടെണ്ണം തുടർച്ചയായിട്ട് വരണമെന്ന് വരും, ശാസ്ത്രീയമായിട്ട് വരും. 29 രണ്ടെണ്ണം വരും. അതിൽ ഒരിക്കലും 28 പിറ്റത്തെ മാസം വരില്ല. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ കണക്ക് തെറ്റിന്ന് പറയേണ്ടി വരും. അങ്ങനെ പറയാൻ സാധ്യമല്ല. അശംസ് വൽ ഖമർ ബി ഹുസ്ബാനാണ്. അതുകൊണ്ട് അത് സംഭവിക്കില്ല. പിന്നെ എവിടെയാണ് ഇങ്ങനെ ഇബ്നു തൈമിയ്യ മറ്റൊക്കെ പറഞ്ഞു എന്നുള്ളത് കാണിച്ചു തരേണ്ടി വേണം സക്കറിയ സാഹിബ് പിന്നീട്, ഇപ്പോഴില്ലെങ്കിൽ. അങ്ങനെ ഒരു മസാല ചർച്ച ചെയ്തിട്ടില്ല. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഇത് വരുന്ന ദിവസം എന്ത് വരുന്ന എക്ലിപ്സ് ഗ്രഹണം വരുന്ന ദിവസം തന്നെ ഈദ് ആഘോഷിക്കുന്നതിനെ കുറിച്ച് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഗോളശാസ്ത്ര സംബന്ധമായ അഗാധമായ ഒരു വിജ്ഞാനമുള്ള ആളാണ് എന്ന് ആ ഒരൊറ്റ വാക്കിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അത്യപൂർവമായ സംഭവമായിരിക്കും അത്. അപ്പൊ അതുകൊണ്ട് ഈ അത്യപൂർവമായ ഒരു സംഭവത്തിന് ഒരു ഫത്വ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് 1, 2, 3 അഭിപ്രായങ്ങളൊക്കെ അതിനെപ്പറ്റി ഉണ്ടാകുന്നത്. അങ്ങനെ വരില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. തെറ്റാണെങ്കിൽ തിരുത്താൻ ഞാൻ തയ്യാറാണ്. ഈ കാര്യത്തിൽ അജ്ഞത നമുക്കെല്ലാവർക്കും ഉണ്ട് എന്നാണ് എനിക്ക് ഉത്തരത്തിൽ തന്നെ മനസ്സിലാകുന്നത്. അങ്ങനെ വരില്ല ഒരിക്കലും. വരുമോ? അങ്ങനെ വരും. എങ്ങനെ വരും? ഏത് സമയത്ത് വരുന്നത്? അല്ല ചിരിക്കേണ്ട ആവശ്യമില്ല. എനിക്കറിയാത്ത വിഷയമാണത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പഠിക്കണം, നമ്മൾ പഠിക്കണം. ആ മണിക്കിപ്പനെ കണ്ട് പഠിക്കണം. അദ്ദേഹം പറയട്ടത് പറയട്ടെ. നമുക്ക് എല്ലാവർക്കും പഠിക്കാം. അതായത് ഒരു കൂട്ടം ആളുകൾ പെരുന്നാൾ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഗ്രഹണവും ഉണ്ടാകുന്നു. അതങ്ങനെ ഉണ്ടാകാമെന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സിലാവുന്നത് ദിവസത്തിലേക്ക് മുന്നിൽ കൂടി പ്രവേശിക്കാം, പിന്നിൽ കൂടി പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ ഡേറ്റ് ലൈനിന്റെ അപ്പുറവും ഇപ്പുറവും ഒരു ദിവസത്തിന്റെ വ്യത്യാസമുണ്ട്. ഡേറ്റ് ലൈനിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് വെള്ളിയാഴ്ചയാണെങ്കിൽ കിഴക്ക് ഭാഗത്ത് വ്യാഴാഴ്ചയാണ്. അവിടെ 28, ഇവിടെ 29 ആയിരിക്കും. അല്ലെങ്കിൽ അവിടെ 30, ഇവിടെ 1 ആയിരിക്കും. അപ്പൊ 30 ആകുമ്പോൾ സൂര്യഗ്രഹണം ഉണ്ടാവുകയാണെങ്കിൽ അമേരിക്കൻ സൈഡിൽ ഉണ്ടായ സൂര്യഗ്രഹണം അതിന്റെ ബാക്കി ഭാഗം ഇവർ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ഫിജിയിലും ഓസ്ട്രേലിയയിലും ഒക്കെ കാണാൻ സാധിക്കും. നമ്മുടെ സ്ഥലത്തും ചിലപ്പോൾ കണ്ടെന്ന് വരാം. അപ്പോൾ അത് അവർ അന്ന് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഇവിടെ സക്കറിയ സാഹിബ് പറഞ്ഞു ഡേറ്റ് ലൈൻ പല പ്രാവശ്യവും മാറ്റുകയുണ്ടായി. ഇത് തെറ്റാണ്, ഇത് ശരിയല്ല. എൻ്റെ അടുത്ത് ആ 2000 പ്രസിദ്ധീകരിച്ച നോട്ടിക്കൽ അൽമനക്കിൽ കൊടുത്ത ഡേറ്റ് ലൈൻ ഉണ്ട്. ഈ മാറ്റങ്ങളൊന്നും ആരും അംഗീകരിച്ചിട്ടില്ല. ലോകം അംഗീകരിക്കാതെ നിങ്ങളെ ഭൂമിയുടെ ലൈൻ നിങ്ങൾ സ്വന്തമായിട്ട് മാറ്റിയിരിക്കാം. പക്ഷെ അത് വിവാദമാവുന്നത് വരെ പ്രശ്നമാവുകയില്ല. വിവാദമാകാത്തത് കൊണ്ട് അവർ ദിവസവും മാറ്റിയിരിക്കാം. ഒന്നും അറിയാത്ത ജനങ്ങൾ അവിടെ മുസ്ലിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർ വെള്ളിയാഴ്ച ചിലപ്പോൾ വ്യാഴാഴ്ച ആചരിക്കാൻ തയ്യാറായിരുന്നിരിക്കാം. കിബിളയും മാറ്റാൻ തയ്യാറായിരുന്നിരിക്കാം. പക്ഷേ അത് അങ്ങനെയല്ല. അത് നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. സക്കറിയ സാഹിബിനോടാണ് ചോദ്യം. കുത്തിബ അലൈക്കും മുസ്സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അതിന്റെ ശേഷം അയ്യാമ മഅദൂദാത്ത്, അള്ളാഹു ഇത് കൃത്യപ്പെടുത്തിയ ദിവസങ്ങളിലാണ് എന്നാണല്ലോ. അങ്ങനെ കൃത്യപ്പെടുത്തിയ ദിവസങ്ങളിലാവുമ്പോൾ ഒരു കൊല്ലത്തെ റമദാനിന് 29 ദിവസം ഉള്ളെങ്കിൽ ലോകം മുഴുവനും അത് 29 ദിവസമാവണം.
അല്ലെങ്കിൽ ആ കൊല്ലത്തിൽ 30 ദിവസമാണെങ്കിൽ അത് ലോകം മുഴുവനും 30 ദിവസമാണ്. ഇത് അള്ളാഹു ക്ലിപ്തപ്പെടുത്തിയ ദിവസമാണ് എന്നാണ് ഖുർആനിൽ പറയുന്നത്, അയ്യാമ മഅദൂദാത്ത്. ഇനി നമ്മൾ ഹദീസിന് നമ്മൾ ആ വ്യാഖ്യാനം കൊടുക്കുന്നത് സൂമു ലി റുയത്തി വഫ്തിറു ലി റുയത്തി. അതിനെ കണ്ടാൽ നോമ്പനുഷ്ഠിക്കുക, അതിനെ കണ്ടാൽ പെരുന്നാൾ കൊള്ളുക. അപ്പോ ഖുർആനിൽ പറയുന്നു അത് അള്ളാഹു ക്ലിപ്തപ്പെടുത്തിയ ദിവസങ്ങളാണ്. അതാ 29 ആണെങ്കിൽ ലോകം മുഴുവൻ 29 ആവണം, അതെല്ലാവർക്കും അറിയാം. 30 ആണെങ്കിൽ ലോകം മുഴുവൻ 30 ആവണം. പക്ഷേ ഈ കണ്ണുകൊണ്ട് കണ്ടാൽ എന്ന അർത്ഥം കൊടുക്കുമ്പോൾ, ഉദാഹരണത്തിന് കഴിഞ്ഞ റമദാനിൽ ആ ആഗോള സമയം 10:30 ന്യൂമൂൺ ടൈം. ഈ ആഗോള സമയം കേൾക്കുമ്പോൾ ആരും മുഖം ചുരുക്കണ്ട. കാരണം ഈ ആഗോള സമയത്തിന്റെ തുല്യ സമയമാണ് ഇവിടെയുള്ള മറ്റേ ഷബാബ് കലണ്ടറും അൽമനാർ കലണ്ടറും ഒക്കെ അതിന്റെ തുല്യ സമയം എടുത്തിട്ടാണ് അവർ ടൈം കണക്കൂട്ടുന്നത്. 10:30 കഴിഞ്ഞ റമദാനിന്റെ ടൈം. 10:30 ഇന്ത്യൻ സമയമാക്കുമ്പോൾ 20 മണി. 20 മണി രാത്രി 8 മണിക്കാണ് ന്യൂമൂൺ എന്ന് കണക്കാക്കിയിട്ടാണ് കഴിഞ്ഞ കൊല്ലം റമദാന്റെ ഡേറ്റ് തെറ്റിച്ചത്. ലോകത്തില് മുഴുവൻ രാജ്യങ്ങളിലും റമദാൻ ശനിയാഴ്ചയായിരുന്നു. കേരളത്തിലും കാശ്മീരിലും ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ശനിയാഴ്ചയായിരുന്നു നോമ്പ്. അപ്പൊ ഇതില് ഈ കാണുക എന്ന് അർത്ഥം കൊടുത്താൽ 2 ദിവസം വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ അതിന്റെ അർത്ഥം പറഞ്ഞാൽ മതി. ചോദ്യം ഇതാണ് ഞാൻ പറഞ്ഞു. ചോദ്യം, വിശുദ്ധ ഖുർആനിലെ റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞത് അയ്യാമം മഅദൂദാത്ത്, നിർണിതമായ ദിവസങ്ങൾ എന്നാണ്. ആ നിർണിതമായ ദിവസങ്ങൾ എന്ന് ഖുർആൻ പറഞ്ഞത് 30 ആണെങ്കിൽ കാഴ്ചയെ അവലംബിച്ചാൽ അത് മേഘം മൂടിയാൽ 29 മാറുമല്ലോ, അല്ലെങ്കിൽ 29 ആണെങ്കിൽ മേഘം മൂടുമ്പോൾ 30 മാറുമല്ലോ. അപ്പൊ ഖുർആനും ഹദീസും വൈരുദ്ധ്യമാവില്ലേ എന്നാണ്. നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് ഖുർആൻ വ്യാഖ്യാനിച്ചാൽ സംഭവിക്കുന്ന അബദ്ധം ഇതാണ്: ബുദ്ധിയെ ബുദ്ധിയുടെ പരിമിതിയിൽ നിർത്തുക, അതിൻ്റെ അപ്പുറത്തേക്ക് വിടാതിരിക്കുക. ഹദീസിനെ അംഗീകരിക്കുക, ഹദീസ് മാറ്റി നിർത്തിയിട്ട് ബുദ്ധിയെ അവലംബിക്കുമ്പോൾ വരുന്ന കുഴപ്പമാണ് ഇത്. ഈ വിശുദ്ധ ഖുർആനിൽ വന്ന കാര്യം വിവരിച്ചു തരാനാണ് അള്ളാഹു ഖുർആനിലൂടെ തന്നെ നബിയെ ചുമതലപ്പെടുത്തിയതായി നമ്മെ അറിയിച്ചിട്ടുള്ളത്. വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. ജനങ്ങൾക്കായി അവതരിപ്പിക്കപ്പെട്ട ഈ ഖുർആൻ നീ അവർക്ക് വിവരിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് നാം നിനക്കിറക്കി തന്നിട്ടുള്ളത്. അപ്പൊ നബിയാണ് ഈ അയ്യാമ മഅദൂദാത്ത് എങ്ങനെ നിർണയിക്കണം, എത്ര എന്ന് നിർണയിക്കണം എന്ന് നമുക്ക് വിശദീകരിച്ചു തരേണ്ടത്. ആ നബിയാണ് നമ്മളോട് പറഞ്ഞത് സൂമൂ ലിറുയതിഹി വഅഫ്തിറൂ ലിറുയതിഹി വലാ തസൂമൂ ഹത്താ തറൗഹു തറവുൽ ഹിലാൽ വലാ തുഫ്തിറൂ ഹത്താ തറൗഹു. നിങ്ങൾ മാസപ്പിറവി കണ്ടാൽ, ഹിലാൽ ഉണ്ടായാൽ എന്നല്ല, ന്യൂമൂണും ഹിലാലും 2 എന്നും അല്ല 2 1 എന്നും വൈരുദ്ധ്യങ്ങളാണ് മറുഭാഗത്ത് നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് ന്യൂമൂൺ അനുസരിച്ചുമല്ല, നേരെ മറിച്ച് ന്യൂമൂൺ ഉണ്ടായി വിസിബിളായി ഇത്ര മിനിറ്റ് ഉണ്ട് എന്ന് കൃത്യമായ കണക്കുകൊണ്ട് തെളിഞ്ഞാലും ആ കണക്കനുസരിച്ച് ഇത്ര മിനിറ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ തന്നെ മിനിറ്റ് കൊണ്ടല്ല, നേരെ മറിച്ച് കണ്ടാൽ ആ കാഴ്ച അതിന്റെ അടിസ്ഥാനത്തിലാണ് മാസം ഉറപ്പിക്കേണ്ടത്. ഇനി കണ്ടില്ല, 29 കണ്ടില്ല, മേഘാവൃതമായിട്ട് കണ്ടില്ല, അല്ലാതെയും കണ്ടില്ലെങ്കിൽ ആ മാസം 30 പൂർത്തിയാക്കാൻ റസൂലുള്ളാഹ് നമ്മളോട് പറഞ്ഞു. അത് നാം സ്വീകരിക്കുക. അതാണ് ഖുർആനും ഹദീസും അനുസരിക്കുന്ന മുസ്ലിമിന്റെ ബാധ്യത. യാതൊരു ആശയക്കുഴപ്പവും അതിലില്ല. ഇനി അള്ളാന്റെ കണക്കിൽ 30 ആയിരുന്നു, നമ്മളെ കണക്കിൽ 29 അല്ലെങ്കിൽ അള്ളാന്റെ കണക്കിൽ 29 നമ്മൾ നബി നോക്കാൻ പറഞ്ഞു, നോക്കിയതുകൊണ്ട് 30 ആയല്ലോ എന്ന് ബേജാറാകണ്ട. അള്ള പറഞ്ഞത് നബി വിവരിച്ചു തന്നു, നബി വിവരിച്ചു തന്ന പോലെ അള്ള പറഞ്ഞത് സ്വീകരിക്കുക. ഇതാണ് ആ കാര്യത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുവാനുള്ളത്. ബാക്കി കാര്യങ്ങൾ മറ്റുള്ളവർ പറയും. ഇവിടെ മണിക് ഫാൻ സാർ പറയുണ്ടായി, ഇന്റർനാഷണൽ ഡേറ്റ് ലൈനിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു അത് മാറ്റിയിട്ടില്ല, നോട്ടിക്കൽ അൽമനാക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാനിത് നോട്ടിക്കൽ അൽമനാക്ക് എന്ന് പറഞ്ഞത് ആരാണ്? നോട്ടിക്കൽ അൽമനാക്കുകാരുടെ അതുപോലെ അവർ രണ്ടും കോപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഡാറ്റകൾ കൈമാറുന്നത്. US നാവൽ ഒബ്സർവേറ്ററിന്റെ ഭാഗത്തു നിന്നാണ് ഞാനെടുത്തത്. അമേരിക്കൻ ഗോളശാസ്ത്ര വിഭാഗത്തിന്റെ ഈ വെബ്സൈറ്റിലുള്ള ഇത് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറഞ്ഞത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അതിൽ നിന്നാണ് ഞാൻ നേരത്തെ എടുത്തു പറഞ്ഞിട്ടുള്ളത് 1867 1995 മാറ്റത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ മാറ്റം നിങ്ങൾക്ക് ചിത്രത്തിൽ കാണണോ? ഇതാ 1900
1900 ഇന്റർനാഷണൽ ഡേറ്റ് ലൈനാണ് ഈ കാണുന്നത്. ഈ ചുവന്ന ലൈറ്റ് എന്ന് പറയുന്നത് 1900 ഇന്റർനാഷണൽ ഡേറ്റ് ലൈനാണ്. പിന്നെ 1910 പിന്നെയും മാറ്റി. ഈ അടിഭാഗത്ത് കുറച്ച് ചില രാഷ്ട്രങ്ങൾ കൂടി അതിൽ ഉൾപ്പെടേണ്ടതുണ്ട്. ചിലതിനെ ഇന്റർനാഷണൽ ഡേറ്റ് ലൈനിന്റെ ഇടത്തോട്ടാക്കണം അല്ലെങ്കിൽ വലത്തോട്ടാക്കണം എന്നുള്ളത് കൊണ്ട് കുറച്ച് മാറ്റം തിരുത്തി. പിന്നെ അവസാനം 1921 വരുത്തിയ മാറ്റമാണ് ഈ കാണുന്നത്. 1921 വരുത്തിയ മാറ്റം. അവസാനമായി 1995 വരുത്തിയ മാറ്റം കിരിബാത്തി അഡ്ജസ്റ്റ്മെന്റ് എന്നത് ഇന്റർനാഷണൽ ഡേറ്റ് ലൈനിന്റെ കിരിബാത്തി അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. പഴയ ഗോളത്തിൽ അത് ഉണ്ടാവില്ല, പുതിയ ഗോളങ്ങളിലൊക്കെ അത് തന്നെയാണ്. നമ്മളുടെ ഈ ഭൂഗോളത്തെ പറ്റി ചെയ്തില്ല. കിരിബാത്തി അഡ്ജസ്റ്റ്മെന്റിലെ പ്രത്യേകത നോക്ക്, ഈ ഡേറ്റ് ലൈൻ ഇത്ര തിരിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ രീതിയിൽ ഇങ്ങനെ വളരെയധികം 2000-ഓളം കിലോമീറ്റർ കിഴക്ക് ഭാഗത്തേക്ക് കൊണ്ടുപോയി. എന്തേ പ്രശ്നം? കിരിബാത്തിയുടെ നടുഭാഗത്ത് മധ്യത്തിലൂടെയായിരുന്നു ഡേറ്റ് ലൈൻ പോയിരുന്നത്. അപ്പൊ കിരിബാത്തിക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് 2 ദിവസങ്ങൾ ആചരിക്കുന്നതിൽ പ്രശ്നമുണ്ട് എന്ന്. അങ്ങനെ കിരിബാത്തി സ്വന്തം എന്ത് ചെയ്തു? ഡേറ്റ് ലൈനിന്റെ സംഗതി ഈ രീതിയിൽ അവർ മാറ്റം വരുത്തി. അതിന് ഇന്റർനാഷണൽ അംഗീകാരം വേറുണ്ടാകണം എന്നാണ് ഇദ്ദേഹം പറയണത്. പക്ഷെ ഇത് ലോകം അംഗീകരിച്ച രീതിയിൽ തന്നെയാണ് കിരിബാത്തി അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ 1995. അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്. അത് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പറയുന്നത് ഏതിലാണ്? നേരത്തെ പറഞ്ഞ ഹിസ് മജസ്റ്റീസ് നോട്ടിക്കൽ അൽമനാക്കിന്റെ ഓഫീസിൽ നിന്ന് അതിനോട് ചേർന്ന് വരുന്ന അമേരിക്കൻ അസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററിയുടെ വിവരം തന്നെയാണ് ഈ പറഞ്ഞത്. അല്ലാതെ ഏതെങ്കിലും വെബ്സൈറ്റിൽ നിന്ന് എടുത്തു പറയുന്ന കാര്യങ്ങളല്ല. അമേരിക്കൻ ഒബ്സർവേറ്ററിയുടെ വിവരമായി പറഞ്ഞത് വളരെ കൃത്യമാണ്. ലോകത്തത് അംഗീകരിക്കാത്തവരുണ്ടാവുമെന്നും തോന്നുന്നില്ല. ബുദ്ധിക്കനുസരിച്ച് വ്യാഖ്യാനിച്ചെന്ന എന്നാൽ കണക്ക് മുഖേന 1 മിനിറ്റ് 2 മിനിറ്റ് മുമ്പ് ചന്ദ്രൻ അസ്തമിച്ചു പോകും എന്ന് കണക്ക് മുഖേന മനസ്സിലായി. എന്നാൽ റുയത്ത് സ്വീകരിക്കാൻ പാടില്ല. ആ കണക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്നതാണോ? അല്ലേ? ബുദ്ധി കൊണ്ട് തീരെ മനസ്സിലാക്കാൻ കണക്കിന് എടുക്കേണ്ടല്ല. ആ കണക്കിന്റെ മാനദണ്ഡം എന്ത് എന്നുള്ള വിശദീക ബുദ്ധിയാണോ അല്ലേ എന്നുള്ളത് ആർക്കും മനസ്സിലാക്കാൻ ബുദ്ധി കൊണ്ടാണെന്നുള്ളത്. പിന്നുള്ളത് പണ്ഡിതന്മാർ ഈ ഇഖ്തിലാഫുൽ മതാലിം, അതായത് ഉദയവ്യത്യാസം പരിഗണിക്കണോ വേണ്ടേ? പിൽക്കാലത്ത് ചില പണ്ഡിതന്മാർ പറഞ്ഞ പരിഗണിക്കണം. അവർ തന്നെ പറഞ്ഞ് വിദൂര രാജ്യം അടുത്ത രാജ്യം എന്ന് പറഞ്ഞിട്ട് തീരുമാനിക്കാൻ പറ്റൂല. അവിടെ കണക്കിനെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയ കണക്കിനെ അവലംബിക്കണം എന്ന് പറഞ്ഞു. അതാ പിന്നുള്ള പണ്ഡിത ഫമൻ ഷഹീദം 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ പറഞ്ഞ് ഒരു കൂട്ടർക്ക് 29 നോമ്പും ഒരു കൂട്ടർക്ക് 30 നോമ്പും വരാൻ പാടില്ല. കാരണം ഫമൻ ഷഹീദ മിൻകും ഷെഹ്റ ഫലിയോസും അയ്യാമം മഹദൂദായിട്ട് മദ്ഹബിന്റെ ഇമാമികൾ തന്നെ പറഞ്ഞ് ഒരു കൂട്ടർക്ക് 29 നോമ്പേ കിട്ടിയുള്ളൂ, ഒരു കൂട്ടർക്ക് 30 കിട്ടിയാൽ ആ 29 കിട്ടിയത് എന്താണ് 30 ആക്കണം എന്നാണ്. കാരണം ഒരു കൂട്ടർക്ക് 4 നേരം നിസ്കാരം നിർബന്ധം, ഒരു കൂട്ടർ 5 റക്അത്ത് നിസ്കാരം ഉണ്ടാകാൻ പാടില്ലല്ലോ. ആയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ പറയുകയുണ്ടായി, ഇന്റർനെറ്റിൽ നമ്മളെ വഴിപിഴപ്പിക്കാൻ വേണ്ടി കുറേ സംഗതികളുണ്ട്. എൻ്റെ അടുത്ത് 2000 പ്രസിദ്ധീകരിച്ച, ലണ്ടനിൽ നിന്ന് പ്രസിദ്ധീകരിച്ച നോട്ടിക്കൽ ആൽമനക്കുണ്ട്. ഇതിൻ്റെ അകത്ത് ഡേറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ഡിപ്പാർട്ട്മെന്റാണ്. ഇതിൽ ഈ പറഞ്ഞ ഇതൊന്നും കാണിച്ചിട്ടില്ല. ഇത് അംഗീകരിച്ചും കൊണ്ട് ഇവർ ഇത് ചെയ്യണം, എന്നാൽ മാത്രമേ ലോകം അത് അംഗീകരിക്കുള്ളൂ. ഈ ഡേറ്റ് ലൈൻ സാക്ഷ്യം വഹിക്കുന്നവർ മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങൾ ഇതിനെപ്പറ്റി വാദിക്കണം. പക്ഷേ മുസ്ലിമീങ്ങൾക്ക് തന്നെ ഈ ഡേറ്റ് ലൈൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും. എൻ്റെ ചോദ്യം അലി മണിക്ഫാൻ സാഹിബിനോടാണ്. ചന്ദ്രിക ആഴ്ച പതിപ്പിൽ അദ്ദേഹം നേരത്തെ എഴുതിയ ഒരു ലേഖനം ഞാനിവിടെ ഉദ്ധരിക്കുകയാണ്. പ്രവാചകൻ നമസ്കാരം പഠിപ്പിച്ചു. ഞാൻ നമസ്കരിക്കുന്നത് പോലെ നിങ്ങളും നമസ്കരിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോഴും സുന്നത്തുകളും വിശദാംശങ്ങളും കണിശമായി പഠിപ്പിച്ചിട്ടില്ല. ഇമാമുമാരും അനുചരന്മാരും ചേർന്ന് വികസിപ്പിച്ചെടുക്കുകയായിരുന്നു അവ. ഇതേപോലെ തന്നെയല്ലേ അലി മണിക്ഫാൻ സാഹിബിന്റെ മാസപ്പിറവിയുടെ കാര്യത്തിലും അദ്ദേഹത്തിന്റെ വീക്ഷണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദമായി പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് എൻ്റെ വാക്കല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദമായി എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു. അത് പിന്നീട് പുസ്തകങ്ങളിലാക്കിയത് ഇമാമുകളിലാണ്. അതിന് മുമ്പേ
ഫർദ് എത്ര സുന്നത്ത് എത്ര എന്നതൊന്നും ജനങ്ങൾക്ക് അറിയില്ല. അതിനെ വേർതിരിച്ച് എന്ത് ഫർദ് എത്ര ഫർദ് എന്നൊക്കെ വിശദീകരിച്ചത് ഇമാമുകളാണ് എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. തെറ്റാണ്. അതിന് തിരുത്തി ഞങ്ങൾ പത്രത്തിൽ കൊടുത്തിരുന്നു. അത് വന്നിട്ടില്ല എന്നുള്ളത് ഒരു ഖേദകരമായ ഒരു സംഭവമാണ്. എന്നോട് മലിക്കിഫാൻ അത് സംഭവിച്ച ഉടനെ തന്നെ അതിനെപ്പറ്റി വിശദീകരണം ഞങ്ങളോട് എല്ലാവരും നൽകിയിരുന്നു. അത് അദ്ദേഹം എഴുതി കൊടുത്ത ലേഖനമായിരുന്നില്ല. അദ്ദേഹം പത്രക്കാർ വന്ന് മുഖാമുഖം നടത്തിയതാണ്. എന്നിട്ട് പോയിട്ട് അവർ ലേഖനം തയ്യാറാക്കിയതാണ്. അതിൽ വന്നൊരു വാചകത്തെറ്റാണത്. ആ വാചകത്തെറ്റ് ശരിയല്ല. അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് ഫർള് നോമ്പിനെ പറ്റിയും അല്ല നിസ്കാരത്തെ പറ്റിയും മറ്റൊക്കെ റസൂലുള്ള കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് വിശദീകരണങ്ങൾ ആ സമയത്ത് പറഞ്ഞു കൊടുത്തു, കുറഞ്ഞ വിശദീകരണങ്ങൾ. ബാക്കി പിൽക്കാലത്തെ ഉസൂലി പണ്ഡിതന്മാരും ഉലമാക്കളെല്ലാം വന്നതിന് ശേഷമാണ് വിശദീകരിച്ച് എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് അദ്ദേഹം നിഷ്കളങ്കമായി അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നേരത്തെ ചോദിച്ചതിന് തന്നെ ബാക്കിയുള്ള ഒരു വശമുണ്ട്. ഡേറ്റ് ലൈൻ അല്ലറ ചില്ലറ മാറ്റങ്ങൾക്ക് വിധേയമാക്കി എന്നതിന് രേഖകൾ സമർപ്പിച്ചു. അത് ഇന്റർനാഷണൽ റൂൾ അനുസരിച്ച് ആ മേഖലയിൽ നിന്നത് മാറ്റുന്നില്ല. അത് അതേ മേഖലയിൽ തന്നെയാണ് ആ രേഖ. അത് സമുദ്രത്തിലുമാണ്. ഇന്റർനാഷണൽ രാഷ്ട്രീയ നിയമങ്ങൾക്കനുസരിച്ച് ചിലപ്പോൾ ചില ദ്വീപുകൾ റഷ്യയുടെ ബോർഡറിലും അമേരിക്കയുടെ ബോർഡറിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റങ്ങളൊക്കെ നടക്കാറുണ്ട്. ചിലപ്പോൾ ഈ സുനാമി പോലെയുള്ള വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ചില ദ്വീപിനെ നശിച്ചു പോകാറുണ്ട്. ചിലപ്പോൾ ചില ദ്വീപ് ആ ഭാഗത്തുള്ള അനേകം 2800ഓളം ദ്വീപുകളുള്ള പ്രദേശമാണത്. ആ പ്രദേശങ്ങളിൽ അത് കുറേ ഭാഗം റഷ്യന്റെ കീഴിലും കുറേ ഭാഗം അമേരിക്കന്റെ കീഴിലുമാണ്. കിഴക്ക് ഭാഗത്തുള്ള എല്ലാ ദ്വീപുകളും അമേരിക്കന്റെ കീഴിലും പടിഞ്ഞാറ് ഭാഗത്തുള്ള റഷ്യന്റെയും അതിർത്തിയിലാണത്. അതുകൊണ്ടാണ് രാഷ്ട്രങ്ങളെല്ലാം കൂടി തീരുമാനിച്ചിട്ട് ഇന്ന ദ്വീപിൽ ചില മാറ്റങ്ങൾ വരുത്തുമ്പോൾ ഈ രേഖയ്ക്ക് പ്ലാനിൽ അല്ലെങ്കിൽ മാപ്പിൽ രേഖയ്ക്ക് അല്പം അല്ലറ ചില്ലറ ഭേദഗതികൾ വരുത്തുന്നത് എന്നല്ലാതെ അടിസ്ഥാനപരമായ രേഖ മാറുന്നില്ല. കാരണം അതവിടെ മാറാൻ പറ്റില്ല. അതവിടെ മാറിയാൽ ഗ്രീൻവിച്ചിൽ 0 ഡിഗ്രി തെറ്റും. ഇവിടെ ഡിഗ്രി ആക്കിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ 0 ഡിഗ്രി കാണിക്കൽ ഡേറ്റ് ലൈനിലാണ്. പക്ഷേ ക്രൈസ്തവ ലോകത്തിന്റെ സ്വാധീനം കൊണ്ട് അവര് ലണ്ടനിലെ ഗ്രീൻവിച്ച് രേഖയാക്കി അത് 0 ഡിഗ്രി ആക്കി കാണിച്ചിട്ട് അവർ ലോകത്തെ ദിവസാരംഭ അർദ്ധരാത്രിയാണെന്ന് പറഞ്ഞതാണ്. അതൊരു ലോക യാഥാർത്ഥ്യമായി കഴിഞ്ഞു. അത് മാറ്റാൻ പറ്റാൻ ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ ഈ സക്കരിയായുടെ ഒക്കെ വിശദീകരണം കേട്ടാൽ വിചാരിക്കും ഇത് ആഴ്ചക്കാഴ്ചക്ക് ഈ ഡേറ്റ് ലൈൻ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന്. അത് അങ്ങനൊന്നും മാറ്റില്ല. അത് ലോകത്തിന്റെ തീരുമാനമനുസരിച്ച് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ചില രാഷ്ട്രങ്ങൾ അതിൽ ചേരാത്തത് കൊണ്ട് അവർ ചേരുന്നത് വരെ കാത്തുനിന്നു എന്നും അത് അംഗീകരിച്ചിട്ടില്ല എന്നൊക്കെ. അത് അംഗീകരിച്ചിട്ടില്ല പൂർണ്ണമായിട്ടും. പക്ഷെ ആ മേഖല ഒരിക്കലും മാറില്ല. അത് പ്രപഞ്ചത്തിൽ ഒരു വ്യവസ്ഥയാണത്. സാധാരണ നിലക്കുള്ള ഒരു വ്യവസ്ഥ പോലെയാണത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചന്ദ്രന് മാത്രം എന്തേ ഒരു അസ്തമനമുണ്ടായി? സൂര്യനോ ലോകത്തുള്ള മറ്റൊരു നക്ഷത്രത്തിനുമില്ലല്ലോ. മൊഹാക്ക് എന്ന് പറയുന്ന ഒരു അവസ്ഥ യഥാർത്ഥത്തിൽ എന്താണെന്നോ വെയിൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് നെയിമാണ് അതിന്റെ ഇംഗ്ലീഷ്. അത് ന്യൂമൂൺ അല്ല. ന്യൂമൂൺ യഥാർത്ഥത്തിൽ എന്താണെന്ന് ഒരു വലിയ പ്രതിഭാസത്തിന്റെ പേരാണത്. ആ ന്യൂമൂണിന്റെ അവസാന നിമിഷമാണ് നാം ഹിലാൽ എന്ന് പറയുന്നത്. അതിനെയും ഇംഗ്ലീഷിൽ ന്യൂമൂൺ തന്നെ പറയാറുള്ളത്. ഒരു ഡിക്ഷണറിയിൽ ഇല്ല എന്ന് പറഞ്ഞത് ശരിയല്ല. അനേകം ഡിക്ഷണറിയിൽ എഴുതിയത് ഇവിടെ ഉണ്ട്. എനിക്ക് സമയം അനുവദിക്കാൻ ഞാൻ വിശദീകരിക്കുന്നത്. ഒരുപാട് ഡിക്ഷണറികളിൽ ന്യൂമൂൺ എന്നുള്ളതിന് ഹിലാൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ഇംഗ്ലീഷ് ഡിക്ഷണറിയിലുണ്ട്, അറബി ഇംഗ്ലീഷ് ഡിക്ഷണറിയിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് 7 ദിവസം വരെയുള്ളതിനും ന്യൂമൂൺ എന്ന് പറയാറുണ്ട്. ന്യൂമൺ എന്ന് പറയുന്നത് ഒരു പ്രതിഭാസമാണ് യഥാർത്ഥത്തിൽ. അതിന്റെ അവസാന നിമിഷത്തിൽ ഞാൻ പറഞ്ഞല്ലോ 29 ദിവസവും 12 മണിക്കൂറും 46 മിനിറ്റും 2.9 സെക്കൻഡുമാണ് ചന്ദ്രന്റെ ഭൂമിക്ക് ചുറ്റുമുള്ള വൃത്തം. 24 മണിക്കൂർ തികയില്ലത്. ഒരു ദിവസത്തിൽ തന്നെ 24 മണിക്കൂർ തികയില്ല. ഓരോ മണിക്കൂറും 2 മിനിറ്റ് കുറവുണ്ട്. അതുകൊണ്ട് 48 മിനിറ്റ് എപ്പോഴും കുറവാണ്. 24 മണിക്കൂർ ചന്ദ്രന് വരുന്നില്ല ദിവസത്തിൽ. അതുകൊണ്ടാണ് നബി പറഞ്ഞത് അഷറു ഹാക്കഥ വാഹക്കഥ 29-30 ഉണ്ടാകും. 29 എല്ലാം ഇടയ്ക്ക് 29 പിന്നെ 30 29-30 അങ്ങനെയല്ല സൈമിൾട്ടേനിയസ് ആയിട്ടല്ല വരല്ലേ. മറിച്ച് 29 ചിലപ്പോൾ 2 എണ്ണം തുടർച്ചയായിട്ട് വരും, 30 ചിലപ്പോൾ 2 എണ്ണം 3 എണ്ണമോ തുടർച്ചയായിട്ട് വരും. 100 കൊല്ലം കൂടുമ്പോൾ 30 3 തവണ വരും, 4 തവണ വരെ വരും. 100 കൊല്ലം കൂടുമ്പോൾ 3 എണ്ണം സ്വാഭാവികമായി തന്നെ വരും. 29 2 എണ്ണം അടുത്തടുത്ത് വരും, 3 എണ്ണം ഒരിക്കലും വരൂല. ഇതൊക്കെ അല്ലാഹു തആല ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചന്ദ്രന്റെ പ്രത്യേകതയാണ്. ഈ ഖുർആൻ പറഞ്ഞല്ലോ ഹത്താ ആദകൽ ഉർജൂലുൽ ഖദീം. നിങ്ങൾ എല്ലാവരും വിനയോന്നിതമായി പണ്ഡിതന്മാരോടും എല്ലാവരോടുമായി ഞാൻ വിനീതമായി പറയാം, എന്താണ് ഈ ഉർജൂലുൽ ഖദീം? ഒരുപാട് പഠിക്കാനുള്ളൊരു പാഠമാണത്. അത് പഠിക്കണം നമ്മൾ.
അബ്ദുസലാം സുല്ലമി പറഞ്ഞു, നിങ്ങൾ പിന്നെ എത്ര മിനിറ്റ് മുമ്പ് അസ്തമിക്കും, അതല്ലെങ്കിൽ ചന്ദ്രക്കല സൂര്യൻ അസ്തമിച്ച് ഇത്ര മിനിറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞ കണക്കുകൊണ്ടല്ലേ, അത് ബുദ്ധി കൊണ്ടല്ലേ എന്നാണ് ഞാൻ പറഞ്ഞതല്ല. ആയത്തിനെ ബുദ്ധി കൊണ്ടല്ല, ആയത്തിനെ നബി വിശദീകരിച്ച ഹദീസ് കൊണ്ട് വ്യാഖ്യാനിക്കണം എന്നാണ്. ആ ഹദീസ് ഉണ്ടായിരിക്കുക, അത് തട്ടിയിട്ട് സ്വന്തം ബുദ്ധി കൊണ്ട് വ്യാഖ്യാനിക്കാൻ പോകരുത്. രണ്ടും രണ്ടാണ്. കണക്ക് നിങ്ങളും നമ്മളൊക്കെ കണക്ക് ആ മാനദണ്ഡം അനുസരിച്ച് ബുദ്ധി കൊണ്ട് തന്നെയാണ്. അതാണ് രണ്ടും തമ്മിൽ ചെറിയ അവ്യക്തത, ഒരു പൗരോഹിത്യത്തിന്റെ ഒരു രീതിയാണത്. അതുകൊണ്ട് പ്രയോജനമല്ല. രണ്ടാമത് മണിക്ഫാൻ സാഹിബ് ഇവിടെ പറഞ്ഞു, അദ്ദേഹം ഇതിൽ എഴുതിയ വളരെ വ്യക്തത. അദ്ദേഹം ഇത് വളരെ ബുദ്ധിപൂർവ്വമാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. അന്ന് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ എടുത്തോ എന്നൊക്കെ പറഞ്ഞത് കണക്ക് കൂട്ടാൻ കഴിയാത്ത കാലത്ത്. അപ്പോൾ അറിവും ശാസ്ത്രവും ഒക്കെ വികസിച്ച് വന്നല്ലോ. അപ്പൊ നമ്മളിത് പിന്നെ വിവരമുള്ള ആൾക്കാർ ഗോളശാസ്ത്രം പഠിച്ചവരൊക്കെ കൂടി ഇന്നത്തെ സ്ഥിതിക്കനുസരിച്ച് വ്യാഖ്യാനിക്കണം. അതിന് തെളിവായിട്ടാണ് അന്ന് നബി ഒന്നിങ്ങനെ നിസ്കരിച്ച് ചെറിയൊരു രൂപമൊക്കെ, ബാക്കി പിന്നെ നബിന്റെ അനുചരന്മാരും അതേപോലെ തന്നെ പിന്നെ ഇമാമിയങ്ങളും എല്ലാവരും കൂടിങ്ങാണ്ട് വികസിപ്പിച്ചെടുത്തതാണ് നിസ്കാരത്തിന്റെ സുന്നത്തും വിശദാംശങ്ങളും ഒക്കെ. ആ വാദത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടെങ്കിൽ നല്ലത്. ഈ വാദം അദ്ദേഹം എഴുതി ചന്ദ്രികയിൽ വന്നിട്ട് നമ്മളെ ജനാബ് സയ്യിദ് അലി സാഹിബ് അതിന് മറുപടി എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ തിരുത്തു കൊടുത്തിട്ട് ചന്ദ്രികയിൽ വന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് അംഗീകരിക്കാം. ഏതായാലും ഇപ്പോഴെങ്കിലും അതിന് മാറിയല്ലോ, വളരെ നല്ലത്. ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ മൗലിയന്മാർക്കും പണ്ഡിതന്മാർക്കും ഗോളശാസ്ത്രജ്ഞന്മാർക്കും എഴുതി ഉണ്ടാക്കാനുള്ളതല്ല എന്നതാണ്. മൂന്നാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മളെ കോയക്കുട്ടി ഫാറൂഖ് സാഹിബിനോടാണ്. അദ്ദേഹം കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. കാരണം എന്താ, അദ്ദേഹം ഉള്ള സമയം മുഴുവനും എന്ത് ചെയ്തു വിചാരിച്ച 5 മിനിറ്റ് സമയം ഉണ്ടായിരുന്നു മറുപടി പറയാൻ. അപ്പൊ ഒക്കെ ഹിലാലും ന്യൂമൂണും ഒന്നാണോ എന്ന് ചോദിച്ചപ്പോൾ അന്ന് മുണ്ടിയില്ല. ഇപ്പൊ പറയും എനിക്ക് സമയം അനുവദിച്ചാൽ അത് നമ്മൾ തമ്മിൽ വേണോ എന്നേ പറയാനുള്ളൂ. ബാക്കി കാര്യം ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ സക്കരിയ സാഹിബ് പറയും. വീണ്ടും ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ പറയേണ്ടി വന്നു എന്ന് പറഞ്ഞതാണ് ഒരു അത്ഭുതം. കാരണം ഇത്രയധികം ശാസ്ത്രവും ഗോളശാസ്ത്രമൊക്കെ പറയുന്ന ആളുകൾ പിന്നെ ഈ വെബ്സൈറ്റുകളൊക്കെ സെർച്ച് ചെയ്യണവർ ഇന്റർനാഷണൽ ഡേറ്റ് ലൈനിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ലോകത്തൊരു വലിയ അത്ഭുതം തന്നെയാണ്. 2000 വന്ന അൽമനാക്കിൽ അതിൽ അവരെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പം അതിൻ്റെ വലിയൊരു തെളിവായിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇത് ലോകത്ത് ഇന്ന് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ കിരിബാത്തി എന്ന് അങ്ങനെയാണ്. കിരിബാത്തി എങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു? 1995 മുമ്പ് കിരിബാത്തി ഏത് ഭാഗത്താണ്? പിന്നെ മൈനസിലല്ലേ. ഇപ്പൊ അത് പ്ലസിലേക്ക് എങ്ങനെ പോയി? അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഈ മാറ്റമുള്ളതുകൊണ്ടല്ലേ. മൈനസിലാണല്ലോ കിരിബാത്തി 1995 മുമ്പ്. ഇന്നത് പ്ലസിലാണ് നിൽക്കുന്നത്. അതെന്തുകൊണ്ട്? അപ്പൊ നിങ്ങൾ കിരിബാത്തി മാറിയിട്ടില്ല എന്നിങ്ങനെ പറയല്ലേ. പിന്നെ അതുകൊണ്ട് ചെറിയ ചെറിയ അല്ലറ ചില്ലറ മാറ്റങ്ങൾ. അതാണ് ഇപ്പൊ കോയക്കുട്ടി സലമി പറഞ്ഞത്. കോയക്കുട്ടി ഫാറൂഖ് അല്ലറ ചില്ലറ അല്ല. ഏകദേശം 900-ഓളം കിലോമീറ്ററുകൾ ഒരു ഭാഗത്തേക്ക് നീങ്ങിപ്പോയി, 2000-ഓളം കിലോമീറ്റർ പോയി എന്നും, പിന്നെ അത് എങ്ങനെയായാലും 180 ഡിഗ്രിയിലാണ് അത് നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. 180 ഡിഗ്രിയിൽ. കാരണം 180 ഡിഗ്രിയിൽ നിൽക്കണമല്ലോ. അല്ല, 180 ഡിഗ്രിയിലല്ല. കിരിബാത്തി അഡ്ജസ്റ്റ്മെന്റ് വന്നതോടുകൂടി ആ ഭാഗം 150 ഡിഗ്രിയിലേക്കായി പോയി. 150 ഡിഗ്രിയിലേക്കായി. അതാണ് ഈ വെബ്സൈറ്റിൽ പറയുന്നത്. ആസ് വിത്ത് ദി other changes in the international date line, the change was made by a government with local interest. As a result, the line is as far east at 150 degree. അതാണ് 180 എന്നത് 150ക്ക് ഒന്ന് ചില്ലറ മാറ്റാം. അപ്പോൾ അതില്ല എന്ന് നിങ്ങൾ പറയാൻ എന്ത് മാറ്റാണ്? തൽക്കാലം സദസ്സിന്റെ ചോദ്യങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി 30 മിനിറ്റ് 2 വേദിയിൽ നിന്നും വിശദീകരണമായിട്ട് സംസാരിക്കുന്നതാണ്. ഇതുവരെ നടന്നതിൻ്റെ ഒന്നായിട്ടുള്ളൊരു ചർച്ച കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് 30 മിനിറ്റ് ഉണ്ടായിരിക്കും. അത് ആ രാജ്യം നടത്തണം എന്നുള്ളത് നറുക്കെടുപ്പിലൂടെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അതിൻ്റെ അല്ലാതെ ഒരാളുടേത് മാത്രം ആവില്ല എന്നതാണ്. ആദ്യം നറുക്ക് പറ്റുള്ളൂ. പത്ത് മിനിറ്റ് കോയക്കുട്ടി ഫാറൂഖ് വിഭാഗം ആദ്യം പ്രസംഗിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അബ്ദുറഹ്മാൻ സലഫി വിഭാഗം ഉണ്ടായിരിക്കും.
അസ്സലാമു അലൈക്കും. യാത്ര ചോദിക്കുകയാണല്ലോ, പിന്നെ അതുകൊണ്ട് സലാമൊക്കെ ചെല്ലിയത്. ഇപ്പോൾ 5-6 മണിക്കൂറായതുകൊണ്ട് 4-5 മണിക്കൂറായല്ലോ. ഇനി നീട്ടിക്കൊണ്ടു പോകുന്നതിൽ ഭംഗിയില്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന് തൗഫീഖ് ഉണ്ടെങ്കിൽ ഇനിയും ചർച്ച ചെയ്യണം. ഞാൻ പറയുന്നത്, എനിക്ക് ഈ ഇരിക്കുന്ന ആരോടും യാതൊരു വിഷമമോ ബുദ്ധിമുട്ടോ ഇല്ല, അവർക്കും ഇങ്ങോട്ടുമില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതിലൊരു വാശിയുടെയോ തർക്കത്തിൻ്റെയോ വിഷയമല്ല. ഞാൻ ആദ്യം പറഞ്ഞു, ഇത് ഇജ്തിഹാദിയായ ഒരു വിഷയമാണ്, ഇതൊരു ഇൽമിയായ കാര്യമാണ്. ഇതിൽ സംഘടനയുടെ യാതൊരു സ്വാധീനം ഉണ്ടാകാൻ പാടില്ല, ഗ്രൂപ്പിസത്തിൻ്റെ യാതൊരു അഴുക്കുതിൽ പെടാൻ പാടില്ല. ഇത് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഈ വിഷയത്തിൽ നമുക്ക് തീരുമാനമെടുക്കാവുന്നതാണ്. അതിന് നമ്മുടെ എല്ലാ വിഭാഗത്തിലെ പണ്ഡിതന്മാരെ അതിന് തയ്യാറാകണം. കേരളത്തിൽ നേരത്തെ തന്നെ പറയാം, കേരളത്തിൽ മാസപ്പിറവി തീരുമാനിക്കുന്നത് ജനങ്ങളല്ല, അത് ഏതാനും ഒരു 6-7 ആൾക്കാരാണ്. അവർ വിചാരിച്ചാൽ മതി. ജനങ്ങൾക്ക് പെരുന്നാൾ എപ്പോഴായാലെന്താ, നോമ്പ് എപ്പോഴായാലെന്താ, പ്രശ്നമുണ്ടോ? മറിച്ച് പ്രശ്നം ഉണ്ടാകുന്നത് മുഴുവൻ അത് പ്രഖ്യാപിക്കുന്നിടത്തുനിന്നാണ്. അപ്പം ഇതിൽ പ്രഖ്യാപിച്ചാൽ മാത്രമേ മാസമാകുള്ളൂ, പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ മാസാവൂല, അത് കണ്ടിട്ടേ പറ്റൂ എന്നൊക്കെ പറയുന്ന ഈ പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. അപ്പം ഈ പ്രശ്നത്തിന് പരിഹാരമാക്കാൻ അള്ളാഹുവിൻ്റെ പ്രകൃതിയിലെ വ്യവസ്ഥയും വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചകചര്യയുടെയും പ്രമാണങ്ങളും, അതുപോലെ തന്നെ നമ്മൾ ഇത്രയും സമയം ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തല്ലോ. ചിലതിനൊക്കെ ചോദ്യത്തിന് മറുപടിയൊക്കെ എല്ലാത്തിനും എല്ലാവർക്കും മറുപടി ഉണ്ട്. പക്ഷെ അത് പറയാൻ ഇപ്പം ലിമിറ്റഡ് സമയത്തായിരിക്കും ഓരോരുത്തരും പറയുക. ആ സമയത്തിൽ സ്റ്റോപ്പ് ആവുകയാണ്. അപ്പോൾ പിന്നെ പറയാനുള്ള ബാക്കി പിന്നെ പോയിന്റ് മറന്നു പോകും, ചിലത് വിട്ടുപോകും, പറയാൻ അവസരം ഉണ്ടാവില്ല. അല്ലാതെ പറയാൻ അറിയാത്തതുകൊണ്ടൊന്നും എല്ലാത്തിനും അറിയാൻ പറ്റും. ഇപ്പം ഈ ഡേറ്റ് ലൈൻ തന്നെ മാറ്റുന്നു എന്ന് പറഞ്ഞത്, ആ മാറ്റം എന്ന് പറയുന്നത് ആ മേഖലയിൽ നിന്ന് ഒരിക്കലും മാറില്ല, അത് മാറ്റാനും പാടില്ല. ഒരു ഡിഗ്രി എങ്ങാനും അവിടെ മാറിക്കഴിഞ്ഞാൽ ലോകത്തിൽ പ്രശ്നം വരും. അതുകൊണ്ട് ആ മേഖല മാറാൻ പാടില്ല. അത് സമുദ്രത്തിലാണോ? അത് ഈ സമുദ്രം എന്നാണെങ്കിൽ പസഫിക് ഓഷ്യനാണ്. എത്ര വിശാലമായ സമുദ്രമാണത്. ഈ കര എന്ന് പറയുന്ന ആകപ്പാടെ 27% ഉള്ളൂ, 73% ബഹറാണ്. ആ ബഹറിലാണ് ഈ രേഖയുടെ സംവിധാനമുള്ളത്. ഇത് ആരും ഉണ്ടാക്കിയതല്ല, ഇത് പ്രകൃതിയിലുള്ള വ്യവസ്ഥയാണ്. ക്യാപ്റ്റൻ നുക്ക് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ ഭൂഗോളം 2-3 തവണ 4-5 തവണ ചുറ്റിക്കറങ്ങിയപ്പോൾ ഒരു തവണ അദ്ദേഹം ഈ സൊമാവ ദ്വീപിൽ ഇറങ്ങുകയും അപ്പോൾ അവിടുത്തെ ദിവസം അന്വേഷിച്ച് നോക്കുമ്പോൾ ചൊവ്വാഴ്ചയായിരുന്നു എന്ന് പറയുകയും കുറച്ച് യാത്ര ചെയ്തിട്ട് അടുത്ത ദ്വീപായ ഫിജിയിൽ ഇറങ്ങിയപ്പോൾ അവിടെ ബുധനാഴ്ചയാണെന്നും പറഞ്ഞപ്പോഴാണ് അദ്ദേഹം തന്നെ ഈ കാര്യം ഓർക്കുന്നത്. ഈ 2 കൂട്ടരോടും അദ്ദേഹം ചോദിച്ചിരുന്നു, നിങ്ങൾ എങ്ങനെയാണ് ദിവസം തീരുമാനിച്ചതെന്ന്. അപ്പോൾ ഞങ്ങളറിയില്ല. ആ അല്ലാഹു തആല ആകാശഭൂമി പടച്ച കാലം മുതൽ തന്നെ അങ്ങനെ തുടർന്ന് വരുന്നുണ്ട് മനുഷ്യന്മാർ. അത് ആദം നബി മുതൽക്ക് തുടങ്ങിയതായിരിക്കും. അവിടെ മനുഷ്യന്മാർ ജീവിക്കാൻ തുടങ്ങിയത് മുതൽക്ക് ദിവസം തീരുമാനിച്ചാണ്. ദിവസം നമ്മൾ മാറ്റാൻ വിചാരിച്ചാൽ മാറ്റാൻ പറ്റില്ല. അത് ദിവസത്തിന്റെ തുടക്കവും ഒടുക്കവും മാറ്റാൻ നമുക്ക് പറ്റില്ല. ഇപ്പം നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കർമ്മങ്ങളും ഈ വ്യവസ്ഥ പ്രകാരം തന്നെയാണ്. ഈ അർദ്ധരാത്രി ദിവസം മാറുന്നു എന്ന് പറയുന്ന സ്വാധീനം, പിന്നെ യൂറോപ്യന്മാരുടെ സ്വാധീനം കൊണ്ട് ലോകത്തുണ്ടാക്കിയ സംവിധാനം കൊണ്ട് നമുക്ക് വലിയ അപകടമൊന്നുമില്ല. ദിവസങ്ങളൊക്കെ അങ്ങനെ തന്നെ പോകുന്നുണ്ടല്ലോ. ആ വ്യവസ്ഥയുടെ വൃത്തത്തിൽ തന്നെ നമുക്ക് നിന്നുകൊണ്ട് എല്ലാ ആരാധനകളും ഏക ദിവസം നടത്താൻ പറ്റും. അതിനൊരു പ്രശ്നമില്ല. അത് ഗ്രിഗോറിയൻ കലണ്ടറുമായി ഹിജ്റ കലണ്ടറെ താരതമ്യപ്പെടുത്തുന്ന പ്രക്രിയയല്ലത്. ഈ ഗ്രിഗോറിയൻ കലണ്ടർ ഉണ്ടാക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? വ്യക്തമായ കണക്കിന്റെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ. അതിന് കണക്ക് വേറൊന്ന. സൂര്യനും ചന്ദ്രനും ഭൂമിയും കൂടിയിട്ടാണ് ഈ പ്രക്രിയകളെല്ലാം ചെയ്യുന്നത്. ഭൂമിയും ചന്ദ്രനും പിന്നെ സൂര്യനും ഒരേ മേഖലയിൽ വരുന്നു. അപ്പോൾ പിന്നെ ഭൂമിയുടെ ആ ചന്ദ്രന്റെ ആ പ്രകാശിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, സൂര്യൻ തട്ടി പ്രകാശിക്കുന്ന ഭാഗം, അത് പിന്നെ സൂര്യനോട് അഭിമുഖമായിരിക്കും. മറുഭാഗം മുഴുവൻ കറുത്താണ്. അതാണ് ചന്ദ്രനെ കാണാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് അല്പം 2 ഡിഗ്രി കിഴക്കോട്ട് സൂര്യൻ തെറ്റുമ്പോൾ ഭൂമിയിൽ നിന്ന് ഒരു വ്യൂ ഉണ്ടാവും. ഒരു വിസിലിബിറ്റി എന്നൊക്കെ പറഞ്ഞില്ല, അതുണ്ടാവും. അതുണ്ടായാലാണ് ഉടനെ തന്നെ ഈ ഹിലാൽ എന്ന് പറയുന്ന പ്രക്രിയ അത് കൃത്യമായി കണക്കാക്കാനും സമയക്കാനും കഴിയും എന്നുള്ളതാണ്. അത് ഞാനിപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞതുമാതിരി ഇപ്പോഴും അതിന് കൃത്യമായ മറുപടി കിട്ടാതെ ഇപ്പോഴും അന്തരീക്ഷത്തിലെ ചോദ്യം നിൽക്കുകയാണ്. വിശുദ്ധ ഖുർആനോ തിരുസുന്നത്തോ സലഫു സാലിഹുകളുടെ മാതൃകകളോ ഈ ഗോളശാസ്ത്ര കണക്കനുസരിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ ഇന്ന് വലിയ രൂക്ഷമായ ഭിന്നിപ്പുള്ള അനൈക്യമുള്ള അവർ സന്തോഷത്തിൻ്റെ ദിവസത്തിൽ പോലും അവർക്ക് ഒന്നിക്കാൻ പറ്റാത്ത വിധമുള്ള ഒരു അനൈക്യമുണ്ടാക്കുന്ന ഈ ഭീകരമായ അവസ്ഥക്ക് പരിഹാരമുണ്ടാക്കുന്നതിന് ഖുർആനോ സുന്നത്തോ സലഫ് സാലിഹുകളുടെ പ്രമാണങ്ങളോ എതിരല്ല. അതനുസരിച്ച് തന്നെ കണക്കനുസരിച്ച് ലോകത്ത് എങ്ങനെയാണോ ശാസ്ത്രലോകം പിന്നെ ഈ ചന്ദ്രമാസ നിർണയം നടത്തിയിരിക്കുന്നത് അത് ഞാൻ ഫോളോ ചെയ്താൽ മതി. അതിനൊരു കാലിയും വേണ്ട, ഒരു പണ്ഡിതനും വേണ്ട, ഒരു നേതാവും വേണ്ട. അത് നമുക്ക് മതിലിന് തൂക്കിയിട്ടിരിക്കുന്ന ഒരു കലണ്ടറിൽ നോക്കി ചെയ്യാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിവാസികളായ ആളുകൾക്ക് കൃത്യമായി നോക്കി മനസ്സിലാക്കി കണക്ക് കൂട്ടി കൃത്യമായിട്ട് തന്നെ പിന്നെ മാസങ്ങൾ കണക്കൂട്ടാനും അതനുസരിച്ചുള്ള കൊല്ലങ്ങൾ കണക്കൂട്ടുവാനും അള്ളാഹു ആകാശത്ത് തൂക്കിയിട്ടൊരു കലണ്ടറാണ് ചന്ദ്രൻ.
ഈ മഹത്വം നാം മനസ്സിലാക്കണം. ഇത് പറയുമ്പോൾ വെറുതെ അനാവശ്യമായ മഹത്വവൽക്കരിക്കലല്ല. അനേകം ആയത്തുകളുടെയും ഹദീസുകളുടെയും പ്രവാചക വചനങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന അനേകം മുഅ്ജിസത്തായ പദങ്ങളുണ്ട്. ഇപ്പൊ നോക്ക്, സൂമൂലി റുഇയത്തിഹി വഅഫ്തിറുലി റുഇയത്തി എന്ന് പറഞ്ഞു. റഅ റുഇയത്ത്, റഅ എന്ന വാക്ക് പ്രയോഗിച്ചുകൊണ്ട് തന്നെ മുഅ്ജിസത്തുണ്ട് യഥാർത്ഥത്തിൽ. അവിടെ നളറ എന്ന വാക്ക് എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല? കാരണം റഅ എന്ന് പറഞ്ഞാൽ പല വിവക്ഷയും അതിനുണ്ട്. കണ്ണുകൊണ്ട് നേരെ നേരെ കാണുന്നതിനും റഅ പറയും. മനസ്സിൽ റഅയ്തു ഫീ ഖൽബി, എന്താ അർത്ഥം? റഅയ്തു ഫീ ഖൽബി, എന്റെ കൽബിൽ ഞാൻ കണ്ടു എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അത് നഗ്നനേത്രങ്ങളോട് കണ്ടുന്നാ. അപ്പൊ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, അസ്ഹാബുൽ ഫീലിന് ചെയ്തത് എന്തെന്ന് കണ്ടോ എന്ന് നബിയോട് ചോദിച്ചിരുന്നു. നബി അത് കണ്ടിട്ടുണ്ടോ? അതുപോലെ അലന്തറ എന്ന് പറയുന്ന ഒരുപാട് പ്രയോഗങ്ങളില്ലേ. ആ പ്രയോഗം പ്രവാചകൻ വെറുതെ ഒന്നും ഉപയോഗിച്ചതല്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, പ്രവാചകന്റെ വചനങ്ങൾ അത്രയും അമൂല്യങ്ങളാണ്. ആ പദങ്ങളിലൂടെ നാം ആശയം മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഖുർആനിലും സുന്നത്തിലും ഇസ്ലാമിക പ്രമാണങ്ങളായിട്ട് ഇന്ന് നാം അംഗീകരിക്കുന്ന ഒന്നിലും ഇന്ന് ഈ ശാസ്ത്രം അംഗീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ശാസ്ത്രലോകം അനേകം കൊല്ലങ്ങൾ നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തിയിട്ട് സ്ഥിരീകരിച്ച യാഥാർത്ഥ്യമാണ് അത്. അതിന് ശാസ്ത്രം തന്നെ തിരുത്തുമ്പോൾ നമുക്ക് തിരുത്താവുന്നതാണല്ലോ. അതത്രയല്ലേ ഉള്ള ആ വിഷയത്തിൽ. മറ്റേ ഈ ദിവസത്തിന്റെ കാര്യത്തിലും തിരുത്തി വരുന്നില്ലേ? ദിവസം തന്നെ ഒന്നായിട്ട് 11 ദിവസം കുറച്ച് ചരിത്രങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ ഗ്രിഗോറിയൻ കലണ്ടറിലൊക്കെ. അപ്പൊ ഇന്ന് സ്വീകരിച്ചു വന്നിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളുമായി നാം ചേർന്നു കൊണ്ടിട്ട് തന്നെ ഇസ്ലാമിന്റെ ഒരു പ്രമാണത്തിനും എതിരല്ല. സൂമുലി റുഇയത്തി എന്ന് പറയും നമ്മളാരും തള്ളിക്കളയുന്നില്ല. അത് ആമും മുഅക്കത്തുമായ ഒരു കൽപ്പനയാണ് എന്ന് അനേകം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുത്താൽ മതി. പണ്ഡിതന്മാരായ ആളുകളെ ഒറ്റക്കൊറ്റക്ക് ഞങ്ങൾ പോയി കണ്ടിട്ടുണ്ട്. ഹിജ്റ ഹിലാൽ കമ്മിറ്റിന്റെ ആളുകളായ ഞങ്ങളെല്ലാം പാണക്കാട് പൂക്കോയത്തങ്ങളെയും അതേപോലെ തന്നെ 2 ഖാദിമാരെയും ജമിയത്തുൽ ഉലമന്റെ 2 നേതാക്കന്മാരെയും പിന്നെ കാന്തപുരം വിഭാഗത്തിന്റെയും സമസ്ത വിഭാഗത്തിന്റെ എല്ലാം പണ്ഡിതന്മാർ എത്രയോ പണവും സമയം ചെലവഴിച്ച് പോയി കണ്ടിട്ടുണ്ട്. അവരോടൊക്കെ ഒറ്റക്ക് സംസാരിക്കുമ്പോൾ അവരെല്ലാവരും പറയുന്നത് സംഗതി ശരിയാണ്, അത് സ്വീകരിക്കേണ്ടതാണ്, ജനങ്ങൾ വളർന്നിട്ടില്ല, ഞങ്ങൾക്ക് പറയപ്പോൾ വയ്യ, അത് നിങ്ങൾ ഒരു കാര്യം ചെയ്യും, മറ്റൊരു സമ്മതിക്കട്ടെ, ഇവർ സമ്മതിക്കട്ടെ എന്നാണ് പറയുന്നത്. സംഗതി അത്രയേ ഉള്ളൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് യഥാർത്ഥത്തിൽ നമ്മളല്ല കൈകാര്യം ചെയ്യേണ്ടത്. നമുക്കിത് പഠിക്കാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയും. നമ്മളെല്ലാവരും പഠിച്ചു വളരുമ്പോൾ സ്വാഭാവികമായും പണ്ഡിതന്മാരും നേതാക്കന്മാരും ഇറങ്ങി വന്ന് നമ്മൾക്ക് ഈ കാര്യത്തിന് നേതൃത്വം വഹിക്കുന്നിടത്ത് എത്തും. അതിനു വേണ്ടിയുള്ള ഉണർത്തുപാട്ടും അതിനു വേണ്ടിയുള്ളൊരു സാഹസികമായ ഒരു ജിഹാദ് എന്ന് തന്നെ പറയാം, ഒരു ജിഹാദൊക്കെയാണ് ഞങ്ങളെപ്പോലുള്ളവർ ഈ ഭാഗത്ത് ചെയ്യുന്നത്. വല്ലാഹി എനിക്ക് ഇതിൽ യാതൊരു ഒരു സംഘടനാ പക്ഷപാതിത്വമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള യാതൊരു താല്പര്യങ്ങളുമില്ല. ഇത് പഠിക്കണമെന്നും മനസ്സിലാക്കണമെന്നും. പഠിക്കാൻ ഒരു കാര്യമാണ് എപ്പോഴും മണിക്കപ്പാൻ പറയാറുണ്ട്. മണിക്കപ്പാൻ്റെ ഒരു വീക്ക്നെസ് ആയിട്ട് പോലും നമ്മൾ പറയാറുണ്ട്. അദ്ദേഹത്തെ ഒരു രോഷാകുലമായ സദസ്സ് ചോദ്യം ചെയ്യുന്ന സ്വഭാവം വന്നാൽ അദ്ദേഹം വളരെ നിശ്ചലനായി മിണ്ടാതിരിക്കും. ഒരു ബുദ്ധിയുടെ ലക്ഷണമാണത്. അദ്ദേഹം പറയുന്നത് ഒരു കാര്യം പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർ ശാന്തമായി ബുദ്ധിപൂർവം നല്ല സമയം തിരഞ്ഞെടുത്ത് വിനയത്തോടു കൂടി പഠിക്കും. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇൽമ എങ്ങനെ പഠിക്കണു എന്ന് നബിന്റെ അടുത്ത് വന്ന് പഠിപ്പിച്ചു കൊടുത്തല്ലോ. മുട്ടിനോട് ചേർത്ത് വെച്ച് കൈ നബിയുടെ തൊടയിൽ വെച്ച് വിനീതമായി ചോദിച്ച് പഠിക്കുന്ന രൂപം. അപ്പോഴെന്ത് പറഞ്ഞു കൊടുത്താലും മനസ്സിലാകും, അവർത് ഉൾക്കൊള്ളും, അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയും. മറിച്ച് എടാ പോടാ എന്ന ഒരു ശൈലി ഉണ്ടല്ലോ, നമ്മളൊക്കെ സാധാരണ എല്ലാ രംഗത്തും സ്വീകരിച്ചു വരുന്ന ശൈലി. ആ ശൈലിയുമായി ഈ വിഷയത്തെ സമീപിക്കുകയും ജൂതന്മാരുടെ ഏജന്റാണ്, ജൂതന്മാർക്ക് ഒത്താശ ചെയ്യുന്ന ആളാണ് എന്നൊക്കെ വരുന്ന രീതിയിലുള്ള ലേഖനങ്ങളിലൊക്കെ എഴുത്തു വരിക. അതുപോലെ മണിക്കപ്പാനെ പരിഹസിക്കുക. അതുപോലെ തന്നെ ഇസ്രായേൽ കമ്മിറ്റിന്റെ ആളുകളെല്ലാം മോശക്കാരായിട്ട് ചിത്രീകരിക്കുക. അതിന്റെ പേരിൽ ഞങ്ങളുണ്ടാക്കിയ കലണ്ടറാണെന്ന് സമർത്ഥിക്കുക. അതൊന്നും ശരിയല്ല. അതിലൊന്നും ആളുകളെ പരിഹസിക്കുന്നതിലും അർത്ഥമില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഞാൻ നിർത്തുകയാണ്. എനിക്ക് അനുവദിച്ച സമയം ബാക്കിയുണ്ടെങ്കിലും ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ പഠനം ഇവിടെ അവസാനിപ്പിക്കരുത്, ഇത് തുടരണം. ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിൽ പഠിക്കാനുണ്ട്. ഇത് ഒരുപാട് ശാസ്ത്രങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ട് വീക്ഷണം വളരെ ശാന്തമായി ചിന്തിക്കുന്ന ഹൃദയങ്ങൾക്ക് റഹ്മാനായ റബ്ബ് നൽകുന്ന വെളിച്ചം കൊണ്ട് കിട്ടും. ഒരുപാട് കൊല്ലമായി 977-8 കാലം മുതൽക്കാണ്, അന്നാണ് ഹിലാൽ കമ്മിറ്റി രൂപീകരിച്ചത്. ആ കാലം മുതൽക്ക് യഥാർത്ഥത്തിൽ എനിക്ക് ചിന്തയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനും പഠിക്കാറുണ്ട്. ആ മരിച്ചുപോയ തിരുരങ്ങാടി കോളേജിലെ പ്രിൻസിപ്പാളായ നാമൂടി സാഹിബിൻ്റെ അടുത്ത് പോയി പഠിച്ചിട്ടുണ്ട്. KC അബൂബക്കർ മൗലവിൻ്റെ അടുത്ത് ഞാൻ ഒരുപാട് പോയി പഠിച്ചിട്ടുണ്ട്. അന്ന് KK മുഹമ്മദ് സല്ലമിൻ്റെ അടുത്ത് ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ഇത് സംബന്ധമായ പുസ്തകങ്ങൾ കിട്ടുന്നിടത്തോളം വാങ്ങി വായിക്കാറുണ്ട്. ഈ ഒരു 10-15 കൊല്ലമായിട്ട് അലിമണിക്ക് ഫാനെ എനിക്ക് കിട്ടിയപ്പോൾ നിധി പോലെ ഞാൻ സ്വീകരിച്ചു. അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ശാന്തമായി ആ മനുഷ്യനുമായി പഠിക്കാൻ തയ്യാറായാൽ ഒരുപാട് അഗാധമായ വിജ്ഞാനം അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ട്. അത് നാം ഉപയോഗപ്പെടുത്തുകയും സമുദായത്തിന് അത് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് പരീക്ഷിക്കുകയും ചെയ്യുക മാത്രമാണ്. അദ്ദേഹത്തോട് ഞാൻ തമാശക്ക് പറയാറുണ്ട്, നിങ്ങൾ സൂട്ടും കോട്ടും ബൂട്ടും ഒക്കെ ഇട്ടിട്ട് ഒരു കാറിലൊക്കെ കയറിയിട്ട് ഗംഭീരമായിട്ട് ഇവിടെയുള്ള പല സംഘടനകളൊക്കെ നേതാക്കന്മാരൊക്കെ വിലസനമായൊരു വിലസാണെങ്കിൽ നിങ്ങൾ പിന്നിൽ 1000 അണിനിരക്കും.
നിങ്ങളിൽ ജീവിച്ചിരിക്കുന്ന ഒരു ഇബ്നു സീനയെ പോലെയുള്ള മനുഷ്യനാണെന്നൊക്കെ ഞാൻ പറയാറുണ്ട് അദ്ദേഹത്തോട്. ചിലപ്പോൾ അതിശയോക്തിപരമായിരിക്കാം, പക്ഷെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ധാരാളം ആളുകൾ അദ്ദേഹവുമായി അടുത്തവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന കലണ്ടറിലെ തെറ്റുകുറ്റങ്ങൾ എന്നൊക്കെ ഇവിടെ പറയപ്പെട്ടതൊന്നും അത്ര മുഖവിലിക്ക് നിങ്ങൾ എടുക്കാൻ പാടില്ല. അതിനെപ്പറ്റി പഠിക്കും, നമ്മൾ ശാന്തമായി പഠിക്കുക. റഹ്മാനായ റബ്ബ് നമ്മുടെ ഹൃദയത്തിന് വെളിച്ചം നൽകുമാറാകട്ടെ, നമ്മെ ഹിദായത്തിലാക്കുമാറാകട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അതിൻ്റെ അനുയായികളാകുവാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനമായി പറയട്ടെ, ഞാൻ അല്പം പിന്നെ വികാരപരമായിട്ടോ എന്തെങ്കിലും അപാകത എന്നിൽ നിന്നോ എൻ്റെ സഹപ്രവർത്തകരിൽ നിന്നോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സാധാരണ എല്ലാവരും ക്ഷമിക്കണം. ഇതൊരു വൈജ്ഞാനിക വിഷയം ചർച്ച ചെയ്യുമ്പോഴുണ്ടാകുന്ന അല്ലറ കാര്യങ്ങളായിരിക്കും എന്ന് മാത്രം മനസ്സിലാക്കിയത് വിടുക. പഠനം തുടരുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി അവ്വലൻ വആഖിറ വസല്ലല്ലാഹു അലാ ഹബീബിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ മൻ ഇത്തബഅഹു വസാറ അലാ നഹ്ജിഹി ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇങ്ങനെ ഒരു വേദി കാണാനും അതിൻ്റെ രൂപം മനസ്സിലാക്കാനും ഈ കൂട്ടത്തിൽ വന്നതായിരുന്നു ഞാൻ. ഇവിടെ വന്നിരുന്നു, കേട്ടു, കുറേ കേട്ടപ്പോൾ അറിയാതെ ഇതിൽ പങ്കുകൊണ്ടു. അവസാനത്തെ സംസാരത്തിനും ഞാൻ നിൽക്കുന്നു. ഇവിടുത്തെ പ്രശ്നം മുസ്ലിമീങ്ങൾ പ്രവാചകൻ വിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ നോമ്പും പെരുന്നാളും ആഘോഷിക്കുന്നതിന് ചന്ദ്രമാസത്തിൻ്റെ ആരംഭത്തിന് മാനദണ്ഡമായി അവിടുന്ന് നിശ്ചയിച്ചു തന്നത് ചന്ദ്രക്കല കാണലാണോ, അതല്ല ന്യൂമൂണാണോ, അതല്ല ന്യൂമൂണിന് ശേഷം ചന്ദ്രക്കല കാണാൻ സാധ്യമാകുന്നത് മുതലാണോ എന്നിങ്ങനെയുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങളിൽ വിശുദ്ധ ഖുർആനുകൊണ്ടും തിരുസുന്നത്തുകൊണ്ടും ഇജ്മാഉ കൊണ്ടും നാളിതുവരെ അംഗീകരിച്ചു പോന്ന സ്ഥിരപ്പെട്ടു പോന്ന കേരള ഹിലാൽ കമ്മിറ്റിയും മുജാഹിദ് പ്രസ്ഥാനവും സ്വീകരിച്ചു പോന്ന കേരളത്തിൽ മഹല്ലുകൾ തോറും മാസപ്പിറവിയുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നത് ഹിലാൽ കമ്മിറ്റിയുടെ രൂപീകരണത്തോടുകൂടി അത് ഏകീകരിക്കപ്പെട്ടു വരികയും താത്വികമായി ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പ്രായോഗിക തലത്തിലേക്ക് അത് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും പ്രമാണങ്ങൾ അംഗീകരിക്കാത്ത ആളുകൾ അതിൽ നിന്ന് അകന്നു നിന്നിരുന്നു. പക്ഷേ ഏറ്റവും അവസാനമായി വിവിധ സംഘടനകളുടെ ആളുകൾ കൂടി ഒരുമിച്ച് ചേർന്ന് ഈ കേരളക്കരയിലെങ്കിലും ഈ പ്രശ്നം ഒരു രമ്യമായ ഒരു രൂപത്തിൽ കൊണ്ടുപോകണം എന്ന ചർച്ച വരുമ്പോഴും ഈ തത്വത്തിൽ നിന്ന് കടുകുമണിത്തൂക്കം വ്യതിചലിക്കാതെ അതിൽ നിന്നുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ നിലപാട് ഈ സൗഹൃദ വേദിയിലും കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാനും വർഷങ്ങളായി മാസപ്പിറവി നോമ്പും പെരുന്നാളുമൊക്കെ ഒരേ ഡേറ്റിന് ഇവിടെ ആഘോഷിച്ചു വരുന്നു. കേരളം എന്ന ഒന്നല്ല നമുക്ക് പ്രശ്നം, ലോകമാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് ഹിജറ ഹിലാൽ കമ്മിറ്റി രംഗത്ത് വന്നപ്പോൾ ഈ ഐക്യം തകർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ മനസ്സെന്ത് എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളുടെ പ്രവൃത്തി ഇവിടെ അനൈക്യമാണ്. ഈ കേരളക്കരയിൽ ഭിന്നിപ്പിന്റെ പെരുന്നാൾ പ്രഖ്യാപിച്ചതും അതിന് നേതൃത്വം കൊടുത്തതും ഇതുവരെ വിനയാന്യതനായി അവസാനം സംസാരിച്ച, നേരത്തെ പറഞ്ഞതിനൊക്കെ പ്രകടിപ്പിച്ചതിനൊക്കെ വിരുദ്ധമായി അവസാനം വിനയം പ്രകടിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ കോയക്കുട്ടി ഫാറൂഖിയാണ്. ഈ കേരളക്കരയിൽ ഒന്നിച്ചു പെരുന്നാൾ ആഘോഷിച്ചത് പോലും അനൈക്യത്തിലേക്ക്, ഭിന്നതയിലേക്ക്, ഛിദ്രതയിലേക്ക്, ഭിന്നിപ്പിന്റെ പെരുന്നാളിലേക്ക് കൊണ്ടുപോയ ഇവരാണോ ഈ ലോകാടിസ്ഥാനത്തിൽ ഐക്യമുണ്ടാക്കാൻ വേണ്ടി പറയുന്നത്? അതിലെ അപ്രായോഗികത വളരെ വ്യക്തമായി ഇവിടെ സമർത്ഥിക്കുകയുണ്ടായി. ഇവരുടെ വാദവും ആ വാദം ചോദ്യമായി ഉന്നയിച്ചതും അതിന് ഞങ്ങൾ മറുപടി പറഞ്ഞതും ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു. ഈ ഖണ്ഡിതമായ ഗോളശാസ്ത്ര കണക്കുകൾ ആധാരമാക്കിയിട്ട് ചന്ദ്രോദയത്തിന്, പെരുന്നാള്, നോമ്പ് ഇതൊക്കെ ആഘോഷിക്കുന്നതിന് അവലംബിക്കുന്നതിന് ഖുർആനോ ഹദീസോ എതിരല്ല എന്ന വാദം ഞങ്ങൾ ഗണ്ണിച്ചിരിക്കുന്നു, എതിരാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് യസ്അലൂനക അനിൽ അഹില്ല ഖുൽ ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ് എന്നാണ്.
ആ അഹില്ലത്തിനെ പറ്റി റസൂലുള്ളയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത് ഹിലാൽ ന്യൂ മൂണാണ് എന്നല്ല, നേരെ മറിച്ച് ഹിലാലാണ്. ഹിലാൽ എന്നുള്ളത് ന്യൂ മൂൺ അല്ല, രണ്ടും രണ്ടാണെന്നും രണ്ടും ഒന്നാണെന്നും വിരോധാഭാസം മറുഭാഗത്ത് നിന്ന് പറഞ്ഞു കഴിഞ്ഞു. അവസാനം രണ്ടും ഒന്നാണ്, നിങ്ങൾക്ക് തിരിയാഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. ലോകത്തിന് തിരിഞ്ഞിട്ടുണ്ട്, അത് രണ്ടും രണ്ടാണെന്ന്. മുസ്തഹീലായ ഒരു കാര്യം നോക്കാൻ റസൂല് കൽപ്പിക്കുകയില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. ന്യൂമൂണാണ് ഹിലാലെങ്കിൽ ആ ഹിലാലിനെ നോക്കണമെന്ന് നബി കൽപ്പിക്കില്ല, അത് അസംഭവ്യമാണ്. ന്യൂമൂണിനെ കാണൽ, അതിന് അറബിയിൽ ഹിലാൽ എന്നല്ല മിഹാഖ് എന്നാണ് പറയുക. ഈ പ്രാഥമികമായ വിവരം പോലുമില്ലാത്ത ശാസ്ത്രമാണ് ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ശാസ്ത്രം. എന്നാൽ ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മാസാരംഭത്തിന്റെ മാനദണ്ഡമായി സ്വീകരിക്കേണ്ടത് കണക്കല്ല, ഗോളശാസ്ത്ര കണക്കല്ല, നേരെ മറിച്ച് റസൂലിന്റെ കൽപ്പനയാണ്. ഒന്ന്, സൂമൂ ലിറുഇയതിഹി, ഇത് കണ്ടാൽ നിങ്ങൾ നോമ്പെടുക്കുക, കൽപ്പനയാണ്, നോമ്പനുഷ്ഠിക്കണം എന്ന കൽപ്പന. രണ്ടാമത്തെ പ്രവാചകന്റെ ശൈലി വലാ തസൂമൂ ഹത്താ തറവുൽ ഹിലാൽ, ഇത് കണ്ടാലല്ലാതെ നിങ്ങൾ നോമ്പെടുക്കരുത്, കണക്കുകൊണ്ട് നോമ്പെടുക്കരുത്, അല്ലാതെ നോമ്പെടുക്കരുത്, കണ്ടാൽ മാത്രമേ നോമ്പെടുക്കാവൂ, വിലക്കാണ് ആ വിഷയത്തിൽ. മൂന്നാമത്തെ റസൂലിൻ്റെത് അവിടുത്തെ ഫിഇലാണ്, കാന യതഹഫ്ഫളു, ഹദീസിൽ വന്നു നേരത്തെ ഉദ്ധരിച്ചതാണ്. അവിടുന്ന് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു, സൂക്ഷിച്ചു നോക്കാറുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മാസപ്പിറവി നിർണയിച്ചിട്ടുണ്ടായിരുന്നത് എന്ന്. അതേപോലെ തന്നെ ഈ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ വിശുദ്ധ ഖുർആനിന്റെ തിരുസുന്നത്തിന്റെ ഇനി റസൂലിൽ നിന്ന് ഒരു കാര്യം സ്ഥിരപ്പെട്ടു വന്നു കഴിഞ്ഞാൽ ഖുർആനിന്റെ കൽപ്പനയാണ് ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ തർക്കമുള്ള പ്രശ്നത്തിൽ മാസപ്പിറവി നിർണയിക്കേണ്ടത് കാഴ്ചയാണോ കണക്കാണോ തർക്കമാണ്. റസൂലിന്റെ തീരുമാനം സൂമു ബിറുയതിഹി, ആ റസൂലിന്റെ തീരുമാനം സ്ഥിരപ്പെട്ടു വന്നു കഴിഞ്ഞാൽ റസൂലിനെ വിധികർത്താവായി സ്വീകരിക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഈ സന്ദർഭത്തിൽ ഞാൻ അടിവരയിട്ട് ഓർമ്മിപ്പിക്കുന്നത്. ഈ നിലക്കുള്ള ആ ഖുർആനിക സൂക്തങ്ങൾ നിരവധി 20ഓളം സൂക്തങ്ങൾ, പ്രവാചകന്റെ സുന്നത്ത്, പ്രവാചകന്റെ കൽപ്പന, പ്രവാചകന്റെ തീരുമാനം, പ്രവാചകന്റെ വിശദീകരണം, പ്രവാചകൻ പഠിപ്പിച്ചെന്ന വിജ്ഞാനം, അത് സ്വീകരിക്കാതിരിക്കാൻ പാടില്ല, അത് സ്വീകരിക്കുന്നവന് ശിക്ഷ എന്ന് പഠിപ്പിച്ചുകൊണ്ടുള്ളതാണ്. അതേപോലെ തന്നെ ഇനി ലോകത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ വളരെ വ്യക്തമായി ഇബ്നു റുഷ്ദ് അദ്ദേഹത്തിന്റെ ബിദായയിൽ പറഞ്ഞു അജ്മഉ അലാ അന്നൽ ഇഅ്തിബാറ ഫീ തഹദീദി ശഹ്രി റമളാൻ ഇന്നമാ ഹുവ റുഅ്യ. ഞാൻ ഇതുവരെ നേരത്തെ ഒരുപാട് സമയമുണ്ടായിട്ടും ആ സമയങ്ങളിൽ പ്രധാനപ്പെട്ടത് പറഞ്ഞ് ഇത്തരം കാര്യങ്ങൾ മാറ്റിവെച്ചതായിരുന്നു. ഇബ്നു റുഷ്ദ് പറയുന്നത് ഇജ്മാ ഉണ്ട്, മാസപ്പിറവിയുടെ നിർണയത്തിൽ അവലംബിക്കേണ്ടത് കാഴ്ചയാണ് എന്ന്. ഇതേപോലെ തന്നെ ഇബ്നു ദഖീഖിൽ എഴുതി പറഞ്ഞു ലാ യജൂസു അൻ യുഅ്തമദ അലൽ ഹിസാബി ഫി സ്സൗം ലിമുഫാറഖത്തിൽ ഖമറി ലിശംസ് അലാ മാ യറാഹുൽ മുനജ്ജിമൂൻ. ഗോളശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പോലെ സൂര്യനുമായി ചന്ദ്രൻ ഒരേ രേഖയിൽ വന്നുകൊണ്ട് വേർപിരിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ കണക്കനുസരിച്ച് ഒരിക്കലും നോമ്പെടുക്കൽ അനുവദനീയമല്ല. ഫൈനദാലിക ഇഹ്ദാസുൽ ലിസബബിൻ ലം യശ്റഉഹുല്ലാഹ്, അല്ലാഹ് ശറആക്കിയിട്ടില്ലാത്ത ഒരു കാരണം ഉണ്ടാക്കലാണ് അത്. അതേപോലെ തന്നെ ഇബ്നു അബ്ദുൽ ബർ അദ്ദേഹത്തിന്റെ ഇസ്തിദ്കാറിൽ പറഞ്ഞു വല്ലദി ഇൻദനാ ഫീ കുതുബി ശാഫിഈ അന്നഹു ലാ യസ്ഹു ഇഅ്തിഖാദു റമളാന ഇല്ലാ ബിറുയത്തിൻ ഫാഷിയ ഔ ഷഹാദത്തിൻ ആദില ഔ കമാലി ശഅബാൻ 30 യൗമൻ. നമ്മുടെ വിശ്വാസപ്രകാരം ഷാഫി മദ്ഹബിലുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത് വ്യക്തമായ എല്ലാവർക്കും സ്വീകരിക്കാവുന്ന പൊതുവായി അങ്ങിങ്ങായി കാണുന്ന കാഴ്ച, നീതിനിഷ്ഠമായ സാക്ഷി, അല്ലെങ്കിൽ 30 ശഅബാൻ പൂർത്തിയാക്കൽ, ഇതുകൊണ്ടല്ലാതെ ഈ 3 കൊണ്ടല്ലാതെ റമളാനിന് തുടക്കം കുറിക്കാൻ പാടില്ല. വഅലാ ഹാദാ മദ്ഹബ് ജംഹൂരി ഫുഖഹാഇൽ അംസാർ ബിൽ ഹിജാസ് വൽ ഇറാഖ് വശാം വൽ മഗ്രിബ് മിൻഹും മാലിക് വശാഫിഈ വൽ ഔസാഇ വസ്സൗരി വഅബൂ ഹനീഫ വഅസ്ഹാബുഹു വഅമ്മത്തു അഹ്ലിൽ ഹദീസ് ഇല്ലാ അഹ്മദ് വമൻ ഖാല ബിഖൗലി. ഈ പറഞ്ഞ നാട്ടുകാരും ഈ പറഞ്ഞ ഇമാമുകളും ഈ പറഞ്ഞ പണ്ഡിതന്മാരും താബിഈങ്ങളും ഒക്കെ ഇതാണ് അംഗീകരിച്ചു പോന്നിട്ടുള്ളത്. ശറഹുൽ മുഹദ്ദബിൽ ഇമാം നവവി പറഞ്ഞു അതിന്റെ 6ാമത്തെ വാള്യത്തിൽ 270ാമത്തെ പേജിൽ വഹ്തജൽ ജംഹൂർ ബിർരിവായാത്തി അല്ലതി ദക്കർനാഹ കുല്ലുഹാ സ്വഹീഹ സ്വരീഹ, നാം ഈ പറഞ്ഞിട്ടുള്ള ഹദീസുകളാണ്, റിവായത്തുകളാണ്, എല്ലാം സ്വഹീഹാണ്, വ്യക്തമായിട്ടുള്ളതാണ്. ജംഹൂർ മഹാഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാർ സ്വീകരിച്ചത് ഫാക്കുമലുൽ ഇദ്ദത 30 വഖ്ദുറു ലഹു 30, അതെ 30 എണ്ണം പൂർത്തിയാക്കണം, നിങ്ങൾ എണ്ണിക്കണക്കാക്കേണ്ടത് 30 എന്ന് വ്യക്തമായി പറഞ്ഞു. ഗോളശാസ്ത്ര കണക്കുകളല്ല. ഇനി ഒരുപാട് പണ്ഡിതന്മാർ എന്തിനധികം കണക്കല്ല ആസ്പദമാക്കേണ്ടതെന്ന് ഷാഫി മദ്ഹബിലെ പ്രഗൽഭ പണ്ഡിതനായ ഇമാം സുബുക്കി അദ്ദേഹത്തിന്റെ ഇൽമുൽ മൻശൂർ എന്ന ഗോളശാസ്ത്രം വിശദീകരിക്കുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു വഅജ്മഅൽ മുസ്ലിമൂന ഫീമാ അളന്നു അലാ അന്നഹു ലാ ഹുക്മ ലിമാ യഖൂലുഹു അൽ ഹാസിബു മിൻ മുഫാറഖത്തിൽ ഖമരി അശ്ശംസ് ഇദാ കാന ഗൈറ മുംകിനി റുഅയതി ലിഖുർബിഹി മിൻഹാ. കാണാൻ സാധ്യതയില്ലാത്ത നിലക്ക് സൂര്യനും
ചന്ദ്രനും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ, ന്യൂ മൂൺ ഉണ്ടായി കഴിഞ്ഞാൽ എന്നർത്ഥം. അതിന്റെ അടിസ്ഥാനത്തിൽ ഹുക്മു ബാധകമാവില്ല, മാസപ്പിറവി കണ്ടതായി പരിഗണിക്കില്ലെന്ന വിഷയത്തിൽ മുസ്ലിമീങ്ങളുടെ ഇജ്മാ ഉണ്ട് എന്നാണ്. എന്നിട്ട് അവസാനം പറഞ്ഞു ജംഹൂർ മിന സഹാബിന വഗൈറുഹും ഇലാ അന്നഹു ലാ യുഅ്തമദു ദാലിക അസ്ല ലാ ഫിൽ വുജൂബി വലാ ഫിൽ ജവാസി വലാ ഫി ഹഖ് നഫ്സിഹി വലാ ഫി ഗൈരിഹി. സുബുക്കി പറയുന്നത് അദ്ദേഹത്തിനോ മറ്റുള്ളവർക്കോ അല്ലാത്തവർക്കോ അത് ഈ കണക്കിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കുവാൻ പാടില്ല എന്നതാണ്. ഇതേപോലെ തന്നെ നേരത്തെ ഇവിടെ സലാം സുല്ലമി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഹറാമാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന്. ഇമാം സുബുക്കി അദ്ദേഹത്തിന്റെ ഇൽമുൽ മൻഷൂർ എന്ന ഗോളശാസ്ത്രം വിശദീകരിക്കുന്ന ഗ്രന്ഥത്തിൽ തന്നെ അദ്ദേഹം രേഖപ്പെടുത്തുന്നു. ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു ഉമറിന്റെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, യുഫീദു ബിമൻതൂഖിഹി തഹരീമ الصوم والفطر قبل الرؤيا. കാണുന്നതിനു മുമ്പ് നോമ്പ് അനുഷ്ഠിക്കല്, നോമ്പ് ഉപേക്ഷിക്കല്, ഈ ഹദീസിന്റെ മന്തൂക്ക് വ്യക്തമായ ഹദീസിന്റെ നിർദ്ദേശമനുസരിച്ച് ഹറാമാകുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട് ഹറാമാണ് എന്നത്. അതേപോലെ തന്നെ ഇമാം ഇബ്നു തൈമിയ, സലഫി പണ്ഡിതന്മാർ, ലോക പണ്ഡിതന്മാർ എന്നൊക്കെ പലതവണ ആവർത്തിച്ചു പറഞ്ഞുവെങ്കിലും അദ്ദേഹത്തിന്റെ ഫത്താവയിലെ ഒരു വാചകമെങ്കിലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം എന്ന് എനിക്ക് ഓർമ്മപ്പെടുത്താനുണ്ട്. ഇബ്നു തൈമിയ പറയുന്നത്, വൽ മുഅ്തമിദു അലൽ ഹിസാബി ഫിൽ ഹിലാൽ കമാ അന്നഹു ضال في الشريعة مبتدع في الدين فهو مخطئ في العقل وعلم الحساب فإن العلماء بالهيئة يعرفون أن الرؤية لا تنضبط بأمر حسابي. നോക്കൂ നിങ്ങൾ, വൽ മുഅ്തമിദു അലൽ ഹിസാബി ഫിൽ ഹിലാൽ, ഹിലാലിന്റെ കാര്യത്തിൽ കണക്കിനെ അവലംബിക്കുന്നവൻ, കമാ അന്നഹു ളാല്ലും ഫി ശരീഅ, അവൻ ശരീഅത്തിൽ വഴിപിഴച്ചവനാണ്. ഒരു മിനിറ്റ് കൂടി, മുബ്തദിഉൻ ഫിദ്ദീൻ, മതത്തിൽ മുബ്തദി ആണ്, ഇല്ലാത്തത് കൊണ്ടുവന്നവനാണ്. ഫഹുവ മുഖ്തിഉൻ ഫിൽ അഖൽ, അവന്റെ ബുദ്ധിക്ക് അബദ്ധം സംഭവിച്ചിരിക്കുന്നു. വഇൽമുൽ ഹിസാബ്, ഗോളശാസ്ത്രത്തിൽ ഗണിതശാസ്ത്രത്തിലും അവന് അബദ്ധം സംഭവിച്ചിരിക്കുന്നു. ഫൈനൽ ഉലമാ ബിൽ ഹയത്തി യഅരിഫൂന അന്ന റുഅയത ലാ തൻളബിതു ബിഅംരിൻ ഹിസാബിയ്യിൻ, കൃത്യമായ കണക്കിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന മിനിറ്റിന് ഇന്ന സെക്കൻഡിന് കാണും എന്നുള്ളത് യാതൊരു നിലക്കും പറയാൻ സാധിക്കില്ല. ഒറ്റവാചകം അവസാനമായി എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ കോയക്കുട്ടി ഫാറൂഖി മനസ്സിലാക്കണം, ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളതല്ല. ഐഡിയൽ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത് സൗരദിനം അളക്കാനുള്ള സാങ്കല്പികമായ ഒരു രേഖ മാത്രമാണ്. അതല്ലാതെ ചാന്ദ്രിക മാസ തീയതിക്ക് ശാസ്ത്രമോ മതമോ ഇന്റർനാഷണൽ ഡേറ്റ് ലൈനിനെ ഫിക്സ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞു, ഇതിങ്ങനെ ഒറ്റ വാചകം, ദി ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ക്യാൻ ബി എനിവേർ ഓൺ ദി ഗ്ലോബ്. അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമെന്നാണ് സക്കരിയ വിചാരിച്ചത്. സക്കരിയ വിചാരിച്ചതല്ല, ഇത് US നേവൽ ഒബ്സർവേറ്ററിയുടെ റിപ്പോർട്ടിൽ നിന്നുള്ളതാണ്. ഇത് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ക്യാൻ ബി എനിവേർ ഓൺ ദി ഗ്ലോബ്, എവിടെയും ആകാം ഇത്. അത് പല സമയത്തും മാറിയിട്ടുണ്ട്. ആ മാറ്റിയതിന്റെ ഡിഗ്രിയും കിലോമീറ്ററുകളും എടുത്തു പറഞ്ഞു. അതുകൊണ്ട് വിഷയം പഠിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവസാനമായി, സമയമില്ല എന്നുള്ള വേവലാതി ഒഴിവാക്കി നിങ്ങൾ തയ്യാറാണെങ്കിൽ മണിക്കൂറുകളോളം, ഒരു ദിവസം 2 ദിവസം അരമണിക്കൂർ വീതം, ഓരോ മണിക്കൂർ വീതം നിന്ന് ഒരു സ്ഥലത്ത് നമുക്ക് തുടർച്ചയായിട്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് ഗോളശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലും ശരീഅത്തിന്റെ അടിസ്ഥാനത്തിലും കൃത്യമായി സംസാരിക്കാൻ ഞങ്ങൾ സന്നദ്ധമാണെന്ന് കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്ന. സത്യം മനസ്സിലാക്കാനും അത് പിൻപറ്റാനും വാശിയും കുതർക്കവും ഒഴിവാക്കി ഓരോരുത്തരും സന്നദ്ധരാവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരെ, വളരെ ഗൗരവമേറിയ ഒരു ചർച്ച സുഗമമായി നടത്തുന്നതിന് വേണ്ടി സഹകരിച്ച രണ്ട് പക്ഷത്തു നിന്നുള്ള പണ്ഡിതന്മാർക്കും, ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല, മുഴുവൻ പണ്ഡിതന്മാർക്കും, അതുപോലെ ഈ സദസ്സ് ഭംഗിയാക്കുന്നതിന് വേണ്ടി സഹകരിച്ച എല്ലാ സഹോദരന്മാർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു. ഈ പരിപാടി ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. കലർപ്പില്ലാത്ത തൗഹീദിന്റെ ശബ്ദം, കറകളഞ്ഞ ആദർശത്തിന്റെ ശബ്ദം, പ്രവാചകന്മാരുടെ പ്രബോധനത്തിലെ കാതലായ വശം, മയപ്പെടുത്താതെ, വെട്ടിച്ചുരുക്കാതെ, കൂട്ടിച്ചേർക്കാതെ തനിമയോടുകൂടി അവതരിപ്പിക്കുന്നു സലഫി കാസറ്റ്സ് ചലഞ്ച്.